ഹലോ ഓൾ, വെൽക്കം ടു വൺസ് കോച്ചിങ്. ഇന്നിവിടെ നമ്മൾ പ്രീവിയസ് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പർ KTUവിൻ്റെ ആണ് സോൾവ് ചെയ്യാൻ പോകുന്നത്. സബ്ജക്റ്റ് ഇതാണ്, ECT 203 ലോജിക് സർക്യൂട്ട് ഡിസൈൻ. 2019 സ്കീമിലെ ഡിസംബർ 2022 ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മളിന്ന് സോൾവ് ചെയ്യുന്നത്. സോ ആദ്യം നമുക്ക് മൊഡ്യൂൾ 4 നോക്കാം. സോ ഇതാണ് മൊഡ്യൂൾ 4 സിലബസ്. നമുക്കറിയാം സീക്വൻഷ്യൽ സർക്യൂട്ടാണ്, കുറച്ച് ലെങ്തി ആയിട്ടുള്ള മൊഡ്യൂളാണ്. അതിൽ റിപ്പീറ്റഡ് ആയിട്ട് പ്രീവിയസ് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുമുണ്ട്. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ മൊഡ്യൂൾ. നമുക്ക് നിറയെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു മൊഡ്യൂളാണിത്. സോ ഇതിലെ സിലബസ് ഇങ്ങനെയാണ്. ഇനീഷ്യലി നമ്മൾ ഫ്ലിപ്പ് ഫ്ലോപ്സ് SR, JK, ദെൻ TD ഫ്ലിപ്പ് ഫ്ലോപ്പ്, മാസ്റ്റർ സ്ലേവ് ഫ്ലിപ്പ് ഫ്ലോപ്പ് തുടങ്ങിയ ഫ്ലിപ്പ് ഫ്ലോപ്സ് പഠിക്കുന്നുണ്ട്. അതിൻ്റെ ട്രൂത്ത് ടേബിൾ, അതുപോലെ തന്നെ അതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണ്, ഗേറ്റ് ലെവൽ സർക്യൂട്ട് എങ്ങനെയാണെന്നൊക്കെയാണ് പഠിക്കുന്നത്. അതിനുശേഷം കൺവേർഷൻ ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്സ്. എല്ലാ ഫ്ലിപ്പ് ഫ്ലോപ്സും വേറെ ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സാണ്. അപ്പോൾ അതിൽ കുറച്ച് സ്റ്റെപ്സ് ഉണ്ട്. അതിന് നമുക്ക് എക്സൈറ്റേഷൻ ടേബിൾ, ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ തുടങ്ങിയ കാര്യങ്ങളെല്ലാം ആവശ്യമുണ്ട്. അതിനുശേഷം വെരിലോഗ് കോഡ്, എല്ലാ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെയും ഇംപ്ലിമെൻറ്റേഷൻ യൂസിങ് വെരിലോഗ്. അതിനുശേഷം കൗണ്ടേഴ്സിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ അതിൽ പലതരം കൗണ്ടേഴ്സ് നമ്മളിതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സിങ്ക്രോണസും അസിങ്ക്രോണസും കൗണ്ടേഴ്സ്, പിന്നെ ഷിഫ്റ്റ് രജിസ്റ്റേഴ്സാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിനുശേഷം മോഡ് ബേസ്ഡ് കൗണ്ടേഴ്സ്, അതിൻ്റെ സിമുലേഷനിൽ വെരിലോഗ്. ഇത്രയാണ് ഓവറോൾ സിലബസ്. സോ നൗ ലെറ്റ്സ് മൂവ് ടു ദി ക്വസ്റ്റ്യൻ പേപ്പർ. അപ്പോൾ ഇതിൽ പാർട്ട് എ 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്, 3 മാർക്കിൻ്റെ. കൺവേർട്ട് എ JK ഫ്ലിപ്പ് ഫ്ലോപ്പ് ടു D ഫ്ലിപ്പ് ഫ്ലോപ്പ് ആൻഡ് റിയലൈസ് D ലാച്ച് യൂസിങ് ഗേറ്റ്സ് ആൻഡ് റൈറ്റ് ദി വെരിലോഗ് കോഡ്. സോ ഫസ്റ്റ് നമുക്ക് JK ഫ്ലിപ്പ് ഫ്ലോപ്പ് എങ്ങനെ D ഫ്ലിപ്പ് ഫ്ലോപ്പിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് നോക്കാം. സോ കൺവേർഷൻ ഓഫ് JK ഫ്ലിപ്പ് ഫ്ലോപ്പ് ടു D ഫ്ലിപ്പ് ഫ്ലോപ്പിന് ഒരു സർട്ടൻ സ്റ്റെപ്സ് ഉണ്ട്, കുറച്ച് പ്രോസസ്സ് ഉണ്ട്. സോ ആദ്യം നമ്മൾ കൺവേർഷൻ ടേബിളാണ് വരയ്ക്കേണ്ടത്. അതിന് 1 മാർക്കാണ്. K-മാപ്പ് സിംപ്ലിഫിക്കേഷൻ അല്ലെങ്കിൽ ഇക്വേഷൻസിന് 1 മാർക്ക് ഉണ്ട്. ദെൻ ഡയഗ്രത്തിന് 1 മാർക്ക് ഉണ്ട്. സോ കൺവേർഷൻ ടേബിൾ, K-മാപ്പ് സിംപ്ലിഫിക്കേഷൻ, ഡയഗ്രാം, അങ്ങനെയാണ് 3 മാർക്ക് ഉള്ളത്. സോ ഫസ്റ്റ് കൺവേർഷൻ ടേബിൾ ഓഫ് ദി JK ഫ്ലിപ്പ് ഫ്ലോപ്പ് ടു D ഫ്ലിപ്പ് ഫ്ലോപ്പ്. അതിന് നമുക്ക് ആവശ്യമുള്ളത് ഫസ്റ്റ് കോളത്തിൽ D വരയ്ക്കുക, D, ദെൻ നെക്സ്റ്റ് QN, നെക്സ്റ്റ് QN+1. സോ ഇത് പ്രസൻറ്റ് സ്റ്റേറ്റും ഇത് നെക്സ്റ്റ് സ്റ്റേറ്റുമാണ്. പിന്നെ JK. ഇപ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് JK ആണ് Dയിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടത്. അപ്പം അതുകൊണ്ട് ഇൻപുട്ട് സൈഡിൽ എപ്പോഴും നമ്മൾ D ആണ് എഴുതേണ്ടത്, ഔട്ട്പുട്ട് സൈഡിലാണ് JK എഴുതേണ്ടത്, തിരിച്ചെഴുതരുത്. സോ ഫസ്റ്റ് D എഴുതണം, പിന്നെ Q പ്രസൻറ്റ് സ്റ്റേറ്റ്, QN+1 നെക്സ്റ്റ് സ്റ്റേറ്റ്, അതിനുശേഷം Jയും Kയും എഴുതണം. സോ D, ദെൻ QN. അപ്പോൾ ഇതെല്ലാം നമുക്ക് 0 1 0 0 0 1 1 0 1 1 എന്ന് പറയുന്ന കോമ്പിനേഷൻ വെച്ചിട്ട് ഫില്ല് ചെയ്യാം. കാരണം Dക്ക് ആകെ 1 ബിറ്റേ ഉള്ളൂ. അപ്പോൾ അത് എയ്തർ 0 അല്ലെങ്കിൽ 1 ആണ് അതിൻ്റെ വാല്യൂ വരുന്നത്. പ്രസൻറ്റ് സ്റ്റേറ്റിന് ഇതുപോലെ തന്നെ 0 1 0 1 എന്ന് പറയുന്ന കണ്ടീഷൻ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ എളുപ്പം Dയും പ്രസൻറ്റ് സ്റ്റേറ്റും ആദ്യം ഫില്ല് ചെയ്യാം. നമ്മുടെ കോമ്പിനേഷൻ 0 0 0 1 1 0 1 1 എന്ന് വെച്ചിട്ട് ഫില്ല് ചെയ്യാം. ഇനി ഇതിൻ്റെ അകത്ത് പ്രസൻറ്റ് സ്റ്റേറ്റിൽ നിന്ന് നെക്സ്റ്റ് സ്റ്റേറ്റിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ 0 to 0 ഒരു വാല്യൂ ഉണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് 0 to 0, പിന്നെ 0 to 1, പിന്നെ 1 to 0, 1 to 1 അങ്ങനെ വേണമെങ്കിലും എഴുതാം, തെറ്റില്ല. ഒരു രീതി എന്ന് പറഞ്ഞാൽ 0 തൊട്ടിട്ട് 0 0യിലേക്കുള്ള ചേഞ്ച്, അതിനുശേഷം 1 0യിലേക്കുള്ള ചേഞ്ച്. കാരണം നമ്മൾ ഓൾറെഡി എഴുതിയിട്ടുണ്ട്, പ്രസൻറ്റ് സ്റ്റേറ്റ് നമ്മൾ ഓൾറെഡി എഴുതിയിട്ടുണ്ട്. സോ പ്രസൻറ്റിൽ നിന്ന് ഏതൊക്കെ നെക്സ്റ്റ് സ്റ്റേറ്റിലേക്ക് പോകാം എന്നാണ് നമ്മൾ നോക്കുന്നത്. 0 to 0 ഉണ്ട്, ദെൻ 1 ആണെങ്കിൽ 1 to 0 ഉണ്ട്, ദെൻ 0 to 1 ഉണ്ട്, 1 to 1 ഉണ്ട്. ഇത്രയാണ് നമ്മുടെ 4 കോമ്പിനേഷൻസ്. അപ്പോൾ ഇവിടെ 0 to 0 വന്നു കഴിയുമ്പോൾ നമുക്ക് അറിയാം പ്രസൻറ്റ് സ്റ്റേറ്റും നെക്സ്റ്റ് സ്റ്റേറ്റും ആണെന്നുണ്ടെങ്കിൽ JKയുടെ ട്രൂത്ത് ടേബിൾ എങ്ങനെയാണ് ഫില്ല് ചെയ്യുന്നതെന്ന്. സോ പ്രസൻറ്റ് സ്റ്റേറ്റും നെക്സ്റ്റ് സ്റ്റേറ്റിലേക്ക് ട്രാൻസിഷൻ 0 to 0 ആണെങ്കിൽ JKയുടെ ട്രൂത്ത് ടേബിൾ 0x ആണ്. 1 to 0 ആണെങ്കിൽ x1 ആണ്. ദെൻ 0 to 1 ആണെങ്കിൽ 1x ആണ്. 1 to 1 ആണെങ്കിൽ x0 ആണ്. ഇത് നിങ്ങൾ കാണാതെ പഠിക്കണം, JKയുടെ ട്രൂത്ത് ടേബിൾ പോർഷൻ. ഇത്രയും കഴിഞ്ഞാൽ കൺവേർഷൻ ടേബിൾ ഓഫ് JK ടു D ഫ്ലിപ്പ് ഫ്ലോപ്പ് കഴിഞ്ഞു. ഇനി അതിനുശേഷം K-മാപ്പ് സിംപ്ലിഫിക്കേഷൻ ചെയ്യാം. K-മാപ്പ് സിംപ്ലിഫിക്കേഷനിൽ നിന്ന് നമുക്ക് ഈക്വേഷൻസ് കിട്ടും. സോ K-മാപ്പ് സിംപ്ലിഫിക്കേഷനിൽ ഇവിടെ നമുക്കുള്ളത് JKയുടെ 0x 1x 1x x1 ആൻഡ് x0 എന്ന് പറയുന്ന കോമ്പിനേഷനാണ്. സോ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് Jയ്ക്കും Kയ്ക്കും സെപ്പറേറ്റ് ആയിട്ടുള്ള ട്രൂത്ത് ടേബിൾ K-മാപ്പ് സിംപ്ലിഫിക്കേഷൻ ചെയ്യുക എന്നുള്ളതാണ്. സോ ഫസ്റ്റ് Jയുടെ K-മാപ്പാണ് വരയ്ക്കുന്നത്. സോ Jയുടെ K-മാപ്പ് വരയ്ക്കാനായിട്ട് ഈ ഒരു പെർട്ടിക്കുലർ കോളം മാത്രമാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോമ്പിനേഷൻസ് നോക്കണം. സോ ഇതിൽ കോമ്പിനേഷൻസ് നോക്കുമ്പോൾ 0 0 0 1 1 0 1 1. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ജസ്റ്റ് നെക്സ്റ്റ് സ്റ്റേറ്റ് ആവശ്യമുള്ളത് ഈ ഒരു JKയുടെ
കൺവേർഷൻ ടേബിൾ വരയ്ക്കാൻ വേണ്ടി മാത്രമാണ്. അതിനുശേഷം നമ്മൾ കെ മാപ്പ് വരയ്ക്കാൻ നേരം നമ്മൾ ആകെ ഡിയും പ്രസൻറ്റ് സ്റ്റേറ്റും മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇവിടുത്തെ നെക്സ്റ്റ് സ്റ്റേറ്റിനെ പറ്റി ബോദർ ചെയ്യേണ്ട. സോ 0 0 ആണെന്നുണ്ടെങ്കിൽ എന്താ വരിക? 0 x വരും. സോ ഇവിടെ നമ്മൾ കെ മാപ്പ് വരയ്ക്കേണ്ടത് എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാം. നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് 2 ഇൻപുട്ടാണ്. സോ പ്രസൻറ്റ് സ്റ്റേറ്റ് ഒരു ബിറ്റും ഡി ഒരു ബിറ്റും. അപ്പോൾ അങ്ങനെ 2 ഇൻപുട്ട് ആണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ വരയ്ക്കാവുന്നത് ഒരു 4 കോളം കെ മാപ്പാണ്. ഓക്കെ, സോ 2^2. എത്ര ഇൻപുട്ട്സ് ആണെന്ന് വെച്ചാൽ 2^2 ആണ് നമുക്കതിൽ വേണ്ട നമ്പർ ഓഫ് സെൽസ്. അപ്പോൾ ഇവിടെ 2 ഇൻപുട്ട് ആയതുകൊണ്ട് തന്നെ, അതായത് 1 ബിറ്റ് വേരിയബിൾസ് ആയതുകൊണ്ട് തന്നെ നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് 4 സെൽസ് ഉള്ള കെ മാപ്പാണ്. സോ 4 സെല്ലുള്ള ഒരു കെ മാപ്പ് ഇങ്ങനെയാണ് വരയ്ക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ ഡി കൊടുക്കാം, റൈറ്റ് സൈഡിൽ QN കൊടുക്കാം. സോ ഡിയുടെ വാല്യൂ ഏതൊക്കെയാണ്? 0 1 ആണ്. QNൻ്റെ വാല്യൂ 0 1. 0 1 എന്ന് പറയുന്ന വാല്യൂസ് കൊടുക്കും. ഇനി നമുക്ക് നോക്കാം 0 0. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് 0 0. സോ 0 0ക്ക് കറസ്പോണ്ടിങ് വാല്യൂ എന്താണ്? 0 ആണ്. അപ്പോൾ അത് നമ്മളിവിടെ എഴുതി. നെക്സ്റ്റ് 0 1 ആണ്. സോ 0 1ന് കറസ്പോണ്ടിങ് വാല്യൂ എന്താ? x ആണ്. സോ നമ്മളിവിടെ x കൊടുത്തു. സോ ഫസ്റ്റ് 0 0ക്ക് 0 കൊടുത്തു, 0 1ന് x കൊടുത്തു. നെക്സ്റ്റ് 1 0ക്ക് നോക്കുക, 1 ആണ് വാല്യൂ. സോ 1 0യുടെ വാല്യൂ 1 ആണ്. എഗെയിൻ 1 1ൻ്റെ വാല്യൂ ഇവിടെ x ആണ്. 1 1ൻ്റെ വാല്യൂ x ആണ്. അപ്പോൾ ഈ കെ മാപ്പാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്നും നമ്മൾ ഗ്രൂപ്പ് ചെയ്യേണ്ടത്, നമുക്കിവിടെ 1 എവിടെയാണോ ഉള്ളത് ആ 1നോട് ചേർന്നിട്ട് മാക്സിമം എത്ര സെൽസ് നമുക്ക് ഗ്രൂപ്പ് ചെയ്യാം എന്നാണ് നോക്കട്ടെ. അപ്പോൾ ഇവിടെ x ഉണ്ടെന്നുണ്ടെങ്കിൽ ഡോൺ കെയർ ആണ് x. അപ്പോൾ x ഡോൺ കെയർ ഉണ്ടെന്നുണ്ടെങ്കിലും നമുക്കിവിടെ 1 വെച്ചിട്ട് മാപ്പ് ചെയ്യാൻ പറ്റുന്നത്, ആകെ ഗ്രൂപ്പ് ചെയ്യാൻ പറ്റുന്നത് ആകെ 1ഉം x ആണ്. അതുകൊണ്ടാണ് നമ്മളിവിടെ 1x മാത്രം ഗ്രൂപ്പ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, വീണ്ടും ഒരു 1 എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിത് ഫുൾ മാപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. സോ മാപ്പ് ചെയ്യുന്നതിൻ്റെ കോമ്പിനേഷൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ സെൽസാണ് ആദ്യം നമുക്ക് എടുക്കാൻ പറ്റുക. അപ്പോൾ ഇതൊരു 4 സെൽസിൻ്റെ കെ മാപ്പ് ആയതുകൊണ്ട് മാക്സിമം നമുക്ക് എടുക്കാൻ പറ്റുന്നത് 4 ആണ്. നെക്സ്റ്റ് നമുക്ക് 2 എടുക്കാം. ഇത് 4ഉം 2ഉം അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ മാത്രം സിംഗിൾ സെല്ല് നോക്കുക. സോ ഇവിടെ എക്സും കൂടി ചേർത്തിട്ടാണ് നമ്മൾ ഗ്രൂപ്പ് ചെയ്യുന്നത്. സോ ഗ്രൂപ്പ് ചെയ്ത് കഴിയുമ്പോൾ വാല്യൂ എന്താണ് വരുന്നത്? ഇവിടെ ഡിയുടെ നേരെ 1 ആണ്. ഇവിടെ 2 സെൽസും കോമൺ ആയിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. സോ അതുകൊണ്ട് ഡിയുടെ വാല്യൂ എന്താണോ അതാണ് നമ്മുടെ ഫൈനൽ ആൻസർ. സോ ഗ്രൂപ്പ് ചെയ്ത് കഴിയുമ്പോൾ J = D എന്ന് പറയുന്ന ഇക്വേഷൻ കിട്ടും. നെക്സ്റ്റ് വൺ ഇതേപോലെ തന്നെ കേട്. സോ കേട് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോളം നോക്കുക. ഇതേപോലെ പ്രസൻറ്റ് സ്റ്റേറ്റും നെക്സ്റ്റ് സ്റ്റേറ്റും നോക്കുക. ശ്രദ്ധിക്കേണ്ടത് പ്രസൻറ്റ് സ്റ്റേറ്റും ഡിയും ആണ് നോക്കേണ്ടത്. നെക്സ്റ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്ന കോളത്തിലേക്ക് നമ്മൾ നോക്കുക വേണ്ട, ആകെ കൺവേർഷന് മാത്രമാണ് അത് യൂസ് ചെയ്യുന്നത്. സോ ഡിയും പ്രസൻറ്റ് സ്റ്റേറ്റും നോക്കി കഴിയുമ്പോൾ 0 0 0 1 1 0 1 1 ഇതേ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യാം. 0 0ക്ക് കറസ്പോണ്ടിങ് നമുക്ക് x കിട്ടി. 0 1ന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ 1 ഉണ്ട്. 1 0ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് x ഉണ്ട്. 1 1ന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ 0 ഉണ്ട്. അങ്ങനെ നമുക്ക് 4 സെൽസും കിട്ടി. ഇതേ ഫോർമാറ്റിൽ തന്നെയാണ് നമ്മൾ കെ മാപ്പ് വരയ്ക്കേണ്ടത്. ഗ്രൂപ്പിംഗ് ഇതേപോലെ ശ്രദ്ധിക്കുക. 1ഉം എക്സും കോമൺ ആയിട്ട് എവിടെയാണോ ഉള്ളത്, മാക്സിമം സെൽസ് എവിടെയാണോ ഗ്രൂപ്പ് ചെയ്യാൻ പറ്റിയത് അത് ഗ്രൂപ്പ് ചെയ്യാം. അങ്ങനെ ഗ്രൂപ്പ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മുകളിലുള്ള ഒരു റോ കിട്ടി. ഇതാണ് നമ്മുടെ റോ. അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സ്പ്രഷൻ എഴുതുക. എക്സ്പ്രഷൻ നോക്കുമ്പോൾ ഇവിടെ D 0ക്ക് നേരെയാണ്. റോ വൈസ് നോക്കിയാൽ D = 0 ആണ്. ഇവിടെ 2 സെല്ല് നമ്മൾ കോമൺ ആയിട്ട് ഗ്രൂപ്പ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ വാല്യൂ എന്ത് വരും? K = D bar ആണ്. D 0 വന്നാൽ D bar എന്ന് റെപ്രസെൻറ്റ് ചെയ്യും. D 1 വന്നാൽ D എന്ന് തന്നെ റെപ്രസെൻറ്റ് ചെയ്യും. സോ നമുക്ക് Jയുടെ ഇക്വേഷനും Kയുടെ ഇക്വേഷനും കിട്ടി. ഇനി വളരെ സിമ്പിളാണ്, ലോജിക് ഡയഗ്രത്തിലേക്ക് ഇത് വരച്ചാൽ മതി. സോ നമുക്ക് അറിയാം നമ്മൾ D ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ JK to D ഫ്ലിപ്പ് ഫ്ലോപ്പിലേക്കാണ് ഇത് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വേണ്ടത് ഇവിടെ ഇനീഷ്യലി ഒരു JK ഫ്ലിപ്പ് ഫ്ലോപ്പ് വേണം, ഉണ്ടെങ്കിലാണ് അതിനെ D ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. സോ JK ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ റെപ്രസെൻറ്റേഷൻ ഇങ്ങനെയാണ്. JK പിന്നെ നമ്മൾ കൊടുക്കുന്ന ഒരു ക്ലോക്കിനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു ക്ലോക്കായിട്ട് വരയ്ക്കാം. ഒരു പോസിറ്റീവ് ക്ലോക്കാണ് ഞാനിവിടെ കൊടുക്കുന്നത്. ക്ലോക്ക് എന്നാലോ അല്ലെങ്കിൽ C എന്നോ റെപ്രസെൻറ്റ് ചെയ്യാം അതിന്. പിന്നെ അതിൻ്റെ ഔട്ട്പുട്ടുകൾ QN ബാർ, കറസ്പോണ്ടിങ് ഔട്ട്പുട്ടും അതിൻ്റെ ടോഗിൾഡ് ഔട്ട്പുട്ടും. പിന്നെ വരുന്ന 2 ഇൻപുട്ട്സ് ആണ്. അപ്പോൾ ഈ JKയുടെ കൺവേർഷൻ നോക്കിയേ, ഇക്വേഷൻ നോക്കിക്കഴിഞ്ഞാൽ J = D ആണ്. അതുകൊണ്ടാണ് D എന്ന് പറയുന്ന ഒരു ഇൻപുട്ട് കൊടുത്തിട്ട് ഡയറക്റ്റ് നമ്മൾ Jയിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് എന്താണ്? K = D bar ആണ്. സോ ഇവിടെ J എന്ന് പറയുന്ന ഇൻപുട്ടിലേക്ക് വന്നിരിക്കുന്ന D ആണ്. അത് ബാർ ആയതുകൊണ്ട് നമ്മൾ ഡിയിൽ നിന്ന് ഒരു ഇൻപുട്ട് കൊടുത്ത് നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് D bar ആയി മാറും. സോ K = D bar.
സോ വളരെ സിമ്പിളായിട്ടുള്ള കണക്ഷനാണ്. ആകെ ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ അകത്തുള്ള കൺവെർഷൻ ടേബിളും കറസ്പോണ്ടിങ് ആയിട്ടുള്ള കെ മാപ്പുമാണ്. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 3 മാർക്ക് ലഭിക്കും. ഓരോന്നിനും ഓരോ മാർക്ക് വീതമാണ് ഉള്ളത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. റിയലൈസ് ഡി ലാച്ച് യൂസിങ് ഗേറ്റ്സ് ആൻഡ് റൈറ്റ് ദി വെരിലോഗ് കോഡ്. അപ്പോൾ ഇതിൻ്റെ മാർക്ക് സ്പ്ലിറ്റിംഗ് ഡി ലാച്ച് യൂസിങ് ഗേറ്റ്സ് റിയലൈസ് ചെയ്യാനും ഉണ്ട്, അതുപോലെ അത് വെരിലോഗ് കോഡിലേക്ക് എഴുതാനും ഉണ്ട്. അപ്പോൾ നമ്മൾ ഒത്തിരി ലെങ്തി ആയിട്ട് ഡി ലാച്ച് യൂസിങ് ഗേറ്റ്സ് എഴുതാൻ നോക്കരുത്, കാരണം അതിന് പകുതി മാർക്ക് എന്തായാലും ഉണ്ടാവുള്ളൂ. രണ്ടും കൂടി ചേർത്താണ് 3 മാർക്ക് ഉള്ളത്. അപ്പോൾ അതിൽ ഗേറ്റ് ലെവൽ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ഡി ലാച്ചിന് 1.5 മാർക്സും അതുപോലെ വെരിലോഗ് കോഡിന് 1.5 മാർക്സും ആണുള്ളത്. അപ്പോൾ അതിൻ്റെ ഗേറ്റ് ലെവൽ ഇംപ്ലിമെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ് യൂസിങ് ഗേറ്റ്സ് എൻ്റെ സർക്യൂട്ടാണ്. അതിനുശേഷം അതിൻ്റെ വെരിലോഗ് കോഡിൽ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യണം. അപ്പോൾ എന്തായാലും യൂസിങ് ഗേറ്റ്സ് ആയതുകൊണ്ട് തന്നെ നമുക്കിവിടെ ഏത് രീതിയിലാണ് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുക? ഒന്നുകിൽ സ്ട്രക്ചറൽ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ബിഹേവിയറിലോ ഡാറ്റ ഫ്ലോയോ യൂസ് ചെയ്യാം. അപ്പോൾ അത് വെരിലോഗ് കോഡ് ഏത് രീതിയിൽ ചെയ്യണം എന്ന് അവർ പ്രത്യേകം സ്പെസിഫൈ ചെയ്തിട്ടില്ല ക്വസ്റ്റിൽ. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള മോഡലിംഗ് പ്രിഫർ ചെയ്യാം. 3 ടൈപ്പ് മോഡലിംഗ് ഉണ്ട്: ഗേറ്റ് ലെവൽ, ഡാറ്റ ഫ്ലോ, ബിഹേവിയറൽ. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ മോഡലിംഗ് സ്റ്റൈൽ നമുക്ക് പ്രിഫർ ചെയ്യാം. സോ ഫസ്റ്റ് നമുക്ക് ഡി ലാച്ച് വരയ്ക്കാം. അപ്പോൾ ഇത് ഡിയുടെ ലോജിക് ഡയഗ്രമാണ്. അതിൽ ഡി ആണ് ഇൻപുട്ട്, ക്ലോക്ക് പോസിറ്റീവ് ക്ലോക്ക് കൊടുത്തു, ക്യൂവും ക്യൂ ബാറുമാണ് അതിൻ്റെ ഔട്ട്പുട്ട്. ഇനി ഇതിൻ്റെ ട്രൂത്ത് ടേബിളാണിത്. ദിസ് ഇസ് ട്രൂത്ത് ടേബിൾ. ഇത് അതിൻ്റെ ലോജിക് ഡയഗ്രമാണ്. ട്രൂത്ത് ടേബിളിൽ ഡിയും QN+1 ആണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ ഡി 0 ആകുമ്പോൾ QN+1 എന്ന് പറയുന്നത് 0 ആണ്. ഡി 1 ആകുമ്പോൾ QN+1 1 ആണ്. ഇങ്ങനെയും എഴുതാം. ഇത് ഡി എന്നും വെറുതെ ക്യൂ എന്നും നമുക്ക് എഴുതാം. ഡി 0 ആകുമ്പോൾ Q 0 ആണ്, ഡി 1 ആകുമ്പോൾ Q 1 ആണ്. അതായത് Q = D എന്ന് പറയുന്നതാണ് അതിൻ്റെ ഇക്വേഷൻ. ഇനി നമുക്കിതിനെ സർക്യൂട്ടായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. ഈ സർക്യൂട്ട് നമ്മൾ വരച്ച് തന്നെ പഠിക്കുക, കാരണം ഗേറ്റ് വെച്ചിട്ടുള്ള സർക്യൂട്ടാണ്. യൂസിങ് നാൻഡ് ഗേറ്റ് സർക്യൂട്ടാണ് ഇതിൻ്റെ അകത്ത് വരച്ചിരിക്കുന്നത്. സോ സർക്യൂട്ട് വരയ്ക്കാൻ എളുപ്പമാണ്. ഇതിൻ്റെ അകത്ത് നമ്മൾ ആദ്യം 4 നാൻഡ് ഗേറ്റ്സ് വരയ്ക്കുക ഒരുമിച്ച്. ഇതാണ് നാൻഡ് ഗേറ്റ്. 2 ഇൻപുട്ടുള്ളൊരു ഗേറ്റാണിത്. ഇത് വരയ്ക്കുമ്പോൾ കുറച്ച് സ്പേസ് അഡ്ജസ്റ്റ് ചെയ്ത് വരയ്ക്കുക. ഇങ്ങനെ മുകളിൽ നിന്നും താഴത്തേക്ക് ഇവിടെ ഒരു ലൈനും ഇവിടെ ഒരു ലൈനും കൂടി നമുക്ക് കണക്ട് ചെയ്യാനുണ്ട്. ഇനി അതിനെ ക്രോസ് ആയിട്ട് കണക്ട് ചെയ്യാം. ഇവിടെയും ക്രോസ് ആയിട്ട് കണക്ട് ചെയ്യാം. ഇനി അതിനുശേഷം ഇവിടെ നമ്മുടെ ഡി ഇൻപുട്ട് വരുന്നുണ്ട്. ഇവിടെ ഒരു ക്ലോക്കും വരുന്നുണ്ട്. സോ ഇവിടെ കൊടുത്തിരിക്കുന്ന ക്ലോക്കാണ് ഇവിടെ വരച്ചിരിക്കുന്നത്. ഇനി അതിനുശേഷം ഇതിനെ രണ്ടിനെയും കൂടി വേറൊരു നാൻഡ് ഗേറ്റ് വെച്ചിട്ട് കണക്ട് ചെയ്യുന്നു. ഇവിടെ നമുക്ക് കിട്ടുന്നത് മുകളിലത്തെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ക്യൂ ആണ്. താഴെ അതിൻ്റെ ടോഗിൾഡ്, ദാറ്റ് ഈസ് ക്യൂ ബാറാണ് നമുക്ക് കിട്ടുന്നത്. ഇനി ഈ LED കണക്ഷനൊന്നും വേണമെന്നില്ല. നമ്മൾ സപ്ലൈ ചെയ്യുന്ന റെസിസ്റ്റർ വഴി LEDയിലേക്ക് കണക്ഷൻ. അപ്പോൾ ഇത്രയും ഇല്ലാതെ ഇത് പകുതി വരെ ഇത്രയും വരച്ച് വെച്ചാലും ഫുൾ മാർക്ക് കിട്ടും. അപ്പോൾ ഇതാണ് കണക്ഷൻ ഡയഗ്രാം യൂസിങ് ഗേറ്റ്സ്. നാൻഡ് ഗേറ്റ്സ് വെച്ചിട്ടുള്ള ഡി ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഡയഗ്രമാണിത്. ഇനി അതിനുശേഷം വെരിലോഗ് കോഡിങ്. അപ്പോൾ ഇത്രയും ചെയ്താൽ 1.5 മാർക്കാണുള്ളത്. നെക്സ്റ്റ് വെരിലോഗ് കോഡിങ്ങിന് ഒരു സ്ട്രക്ചർ ഉണ്ട്. അപ്പോൾ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ബിഹേവിയറൽ മോഡലിംഗ് ആണ്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ അതിന് ചില കീവേഡ്സ് ഉണ്ട്. അപ്പോൾ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന ബിഹേവിയറൽ മോഡലിംഗ് ആണെന്ന് പറയാൻ കാരണം ഓൾവേസ് അറ്റ് ദ റേറ്റ് എന്ന് പറഞ്ഞൊരു കീവേഡ് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഈ ഓൾവേസ് അറ്റ് ദ റേറ്റ് എപ്പോഴും യൂസ് ചെയ്യുന്നത് നമ്മൾ ബിഹേവിയറൽ മോഡലിങ്ങിലാണ്. അപ്പോൾ പ്രത്യേകിച്ച് സ്പെസിഫൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പം ബിഹേവിയറൽ അല്ലെങ്കിൽ ഡാറ്റ ഫ്ലോ വെച്ചിട്ട് ചെയ്യുന്നതാണ്. കഴിവതും ബിഹേവിയറൽ വെച്ചിട്ട് ചെയ്താൽ വളരെ കുറച്ച് കോഡ് വെച്ചിട്ട് തന്നെ നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. സോ മൊഡ്യൂൾ അതിൻ്റെ സ്ട്രക്ചറാണിത്. മൊഡ്യൂൾ, അടുത്തത് മൊഡ്യൂൾ നെയിമാണ്. ദിസ് ഇസ് മൊഡ്യൂൾ നെയിം. സോ ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ് _സിങ്ക് റീസെറ്റ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. കാരണം ഇവിടെ ഒരു സിങ്ക്രോണസ് റീസെറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ് _റീസെറ്റ് എന്ന് കൊടുത്താലും പ്രശ്നമില്ല. വെറുതെ ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ് അല്ലെങ്കിൽ ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ് _1 എന്ത് പേര് വേണമെങ്കിലും കൊടുക്കാം. ഇത് സിങ്ക്രോണസ് റീസെറ്റ് യൂസ് ചെയ്തിട്ടുള്ള വെരിലോഗ് കോഡാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് _സിങ്ക്രോണസ് റീസെറ്റ് എന്ന് കൊടുത്തിരിക്കുന്നത്. ഇനി മൊഡ്യൂൾ നെയിം കഴിഞ്ഞിട്ട് ബ്രാക്കറ്റ് ഓപ്പൺ ആൻഡ് ക്ലോസ്. അതിൻ്റെ ഉള്ളിൽ നമ്മൾ കൊടുക്കേണ്ടത് ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്ട് ഡിക്ലറേഷൻസ് ആണ്. അപ്പോൾ ഇവിടെ ഇൻപുട്ട് കോമ ഔട്ട്പുട്ട് എന്ന ഫോർമാറ്റിലോ ഔട്ട്പുട്ട് കോമ ഇൻപുട്ട് എന്ന ഫോർമാറ്റിലോ നമുക്ക് കൊടുക്കാം. ഇവിടെ കൊടുത്തിരിക്കുന്ന ഇൻപുട്ട് കോമ ഔട്ട്പുട്ട് എന്ന ഫോർമാറ്റാണ്. സോ ഡി ഒരു ഇൻപുട്ടാണ്, ക്ലോക്ക് അടുത്ത ഇൻപുട്ടാണ്,
സിങ്ക് റീസെറ്റ് എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന വേറൊരു ഇൻപുട്ടാണ്. ഇതിൽ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ആ പേര് കൊടുക്കാം. സിങ്ക് റീസെറ്റ് എന്ന് കൊടുക്കണമെന്നില്ല, SY_R എന്നോ അങ്ങനെ വേണമെങ്കിൽ കൊടുക്കാം. അതെന്താണെന്ന് നമ്മൾ അറിഞ്ഞിരുന്നാൽ മതി. പിന്നെ നമ്മുടെ ഔട്ട്പുട്ട് Q ആണ്. അപ്പോൾ ഡിയും ക്ലോക്കും റീസെറ്റുമാണ് നമ്മുടെ ഇൻപുട്ട്. ഇവിടെ Q ആണ് ഔട്ട്പുട്ട്. ദെൻ ആഫ്റ്റർ ക്ലോസിംഗ് ദി ബ്രാക്കറ്റ് പുട്ട് എ സെമിക്കോളൻ. അത് കഴിഞ്ഞ് ഈ കൊടുത്തിരിക്കുന്ന ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്ട് ഡിക്ലറേഷൻസിനെ നമ്മളൊന്നുകൂടി ഡിഫൈൻ ചെയ്യുകയാണ്. ഏതാണ് ഇൻപുട്ട് ഏതാണ് ഔട്ട്പുട്ട് എന്ന് ഡിഫൈൻ ചെയ്യുകയാണ്. സോ ഇൻപുട്ട് ഡി ആണ്. അപ്പോൾ ഇത് ഈ ഡബിൾ ബാർ കൊടുത്തിരിക്കുന്നത് കമൻറ്റിന് വേണ്ടിയിട്ടാണ്. നമ്മൾ പ്രോഗ്രാം എഴുതുമ്പോൾ സാധാരണ കമൻറ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ പേപ്പറൊക്കെ വാല്യൂ ചെയ്യുമ്പോൾ കാണുന്നവർക്ക് പെട്ടെന്ന് മനസ്സിലാവും നമ്മൾ എന്താ ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന്. അപ്പോൾ അതിന് വേണ്ടിയാണ് ഡബിൾ ബാർ ഇട്ട് കൊടുത്തിരിക്കുന്നത്. നമ്മളിത് കൊടുത്തില്ല എന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല, ഇത് ജസ്റ്റ് കമൻറ്റ് മാത്രമാണ്, ഇതിൻ്റെ സിൻറ്റാക്സ് ഒന്നുമല്ല. ഈ ഡബിൾ ബാർ ആണ് കമൻറ്റ് ചെയ്യാനായിട്ട് വെരിലോഗിൽ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഡാറ്റ ഇൻപുട്ട്, നെക്സ്റ്റ് ഇൻപുട്ട് ക്ലോക്ക്, അടുത്തത് ഇൻപുട്ട് സിങ്ക് റീസെറ്റ്. അപ്പോൾ ഇത്രയും ഇൻപുട്ട്സ് നമ്മൾ 3 ലൈൻസ് ആയിട്ട് എഴുതി. ഇനി വേറൊരു മെത്തേഡ് ഇൻപുട്ട് സ്പേസ്. ഈ 3 ഇൻപുട്ടിനെയും നമുക്ക് വേണമെങ്കിൽ ഒരുമിച്ച് കൊടുക്കാം. അതായത് ഇതേ ഓർഡറിൽ തന്നെ കൊടുക്കുക. ഡി കോമ ക്ലോക്ക് കോമ യൂസ് ചെയ്തിരിക്കുന്ന നമ്മൾ എങ്ങനെയാണോ അതേ വേർഡ്സ് തന്നെ ഇവിടെ യൂസ് ചെയ്യണം, മാറ്റി മാറ്റി എഴുതാൻ പറ്റില്ല. സോ സിങ്ക്_ റീസെറ്റ് എന്ന് കൊടുക്കാം. ഇതുപോലെ 3 സെപ്പറേറ്റ് എഴുതണമെന്നില്ല. അപ്പോൾ സിംഗിൾ ലൈനിൽ നമുക്ക് ഇങ്ങനെ എഴുതാനും സാധിക്കും. ഓക്കെ, ഇത് എഴുതുന്നതിന് പകരം ഇങ്ങനെ എഴുതിയാലും കറക്റ്റാണ്. സ്മോൾ ഐ ആണ് ഇവിടെ. ഇനി അടുത്തത് ഔട്ട്പുട്ട് സ്പേസ് റെജ് ക്യൂ. കാരണം ബിഹേവിയറൽ മോഡലിംഗ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ എയ്തർ ഔട്ട്പുട്ട് ക്യൂ എന്ന് എഴുതിയിട്ട് നെക്സ്റ്റ് ലൈൻ റെജ് ക്യൂ എന്ന് എഴുതിയാലും മതി, അല്ലെങ്കിൽ ഒരുമിച്ച് ഔട്ട്പുട്ട് റെജ് ക്യൂ എന്ന് പറഞ്ഞിട്ട് എഴുതണം. സോ ബിഹേവിയറൽ മോഡലിംഗിൻ്റെ സിൻറ്റാക്സ് ആണിത്, ഔട്ട്പുട്ട് റെജ് ക്യൂ എന്ന് പറയുന്നത്. അടുത്തത് ഇത്രയും നമ്മുടെ ബേസിക് തിങ്സ് ആണ്. ഇനി മെയിൻ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഓൾവേസ് അറ്റ് ദ റേറ്റ് പോസേജ് തൊട്ടിട്ട് അതിൻ്റെ എൻഡ് വരെയുള്ള പോർഷനാണ്. ഓക്കെ, സോ മൊഡ്യൂൾ ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്ട് ഡിക്ലറേഷൻസ് എഴുതി നമ്മളതിനെ ഡിഫൈൻ ചെയ്തു. എൻഡ് മൊഡ്യൂൾ ഇതിൻ്റെ ഉള്ളിലാണ് നമ്മുടെ ബാക്കി സ്ട്രക്ചർ. സോ ഓൾവേസ് അറ്റ് ദ റേറ്റ് പോസേജ് ക്ലോക്ക്. നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്ന ക്ലോക്ക് നിങ്ങൾക്ക് കാണാം, ഇതിൽ ഒരു പോസേജ് ക്ലോക്കാണ്, ജസ്റ്റ് ഒരു ട്രയാങ്കിൾ ആണ്. പോസേജ് ക്ലോക്കാണ് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. സപ്പോസ് നിങ്ങളിവിടെ യൂസ് ചെയ്യുന്നത് വിത്ത് എ ബബിൾ, ഒരു നെഗഡ്ജ് ക്ലോക്ക് ആണെങ്കിൽ നിങ്ങളിവിടെ എഴുതേണ്ട പ്രോഗ്രാം ഓൾവേസ് അറ്റ് നെഗഡ്ജ് ക്ലോക്ക് എന്നാണ്. ഇവിടെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് തൽക്കാലം ഒരു പോസേജ് ക്ലോക്കാണ്. സോ അതുകൊണ്ട് തന്നെ പ്രോഗ്രാമിൽ പോസേജ് ക്ലോക്ക് എന്ന് മെൻഷൻ ചെയ്യാം. ദെൻ ബിഗിൻ എൻഡ് ഉള്ളിലായിട്ട് ഇഫ് സിങ്ക് റീസെറ്റ് ഈക്വൽ ടു 1 tick B1 Q ഈക്വൽ ടു 1 tick B0. അതായത് നിങ്ങളുടെ റീസെറ്റ് പിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീസെറ്റ് പിൻ എങ്ങനെയാണ്, റീസെറ്റ് പിൻ നമ്മൾ 1 ആക്കി കൊടുത്തു കഴിഞ്ഞാൽ Q എന്ന് പറയുന്നത് 0 ആയിരിക്കും. അതായത് ഈ റീസെറ്റ് എന്ന മീനിങ് ആണ്. റീസെറ്റ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 0 ആയിരിക്കും. എൽസ് Q ഈക്വൽ ടു ഡി. അപ്പോൾ ഈ ഈക്വൽ ടുവിൻ്റെ ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ അസൈൻ ചെയ്ത് കൊടുക്കുന്നതാണ്. ഒരു വാല്യൂ അസൈൻ ചെയ്ത് കൊടുത്തിട്ട് അത് ആണെങ്കിൽ എന്ന് നമ്മൾ പറയില്ലേ, അതുപോലെയാണ് ഈക്വൽ ടു. സോ റീസെറ്റ് 1 ആണെങ്കിൽ എന്ന മീനിങ് ആണ് അതിന്. സോ സിങ്ക് റീസെറ്റ് 1 ആണെന്നുണ്ടെങ്കിൽ ഔട്ട്പുട്ട് എങ്ങനെയായിരിക്കും, 0 ആയിരിക്കും. എൽസ് Q എന്ന് പറയുന്നത് ഡി ആയിരിക്കും. എൽസ് എന്ന് പറഞ്ഞാൽ റീസെറ്റ് അതർ കണ്ടീഷൻ 0 ആണെന്നുണ്ടെങ്കിൽ ഔട്ട്പുട്ട് എങ്ങനെയായിരിക്കും, ഡി ആയിരിക്കും. ദെൻ എൻഡ് മൊഡ്യൂൾ. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ബേസിക് സ്ട്രക്ചർ. സോ ഇതിന് 1.5 മാർക്ക് ഉണ്ട്. ഇനി അടുത്തത് പാർട്ട് ബി ആണ്. പാർട്ട് ബിയിൽ നമുക്ക് ഫസ്റ്റ് 17AB ക്വസ്റ്റ്യൻ ഉണ്ട്, പിന്നെ 18AB എന്ന് പറയുന്ന 2 ക്വസ്റ്റ്യനുമാണ് ഉള്ളത്. 17Aയിലെ ക്വസ്റ്റ്യൻ ഡിസൈൻ എ 3-bit സിങ്ക്രോണസ് സബ് കൗണ്ടർ യൂസിങ് T ഫ്ലിപ്പ് ഫ്ലോപ്പ്, അതിന് 9 മാർക്ക്. ബി പാർട്ട് അതിൻ്റെ ബി സബ്സെക്ഷൻ എക്സ്പ്ലെയിൻ ദി ഓപ്പറേഷൻ ഓഫ് എ 4-bit റിംഗ് കൗണ്ടർ, അതിന് 5 മാർക്കാണ് ഉള്ളത്. പിന്നെ അടുത്ത 18ാമത്തെ ക്വസ്റ്റ്യൻ ഡിസൈൻ എ ഡിവൈഡ് ബൈ 2n സർക്യൂട്ട് യൂസിങ് n നമ്പർ ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്സ്, ഡ്രോ ദ ട്രൂത്ത് ടേബിൾ ആൻഡ് വേവ് ഫോംസ്, 7 മാർക്ക്. വാട്ട് ഇസ് റേസ് അറൗണ്ട് കണ്ടീഷൻ റിലേറ്റഡ് ടു JK ഫ്ലിപ്പ് ഫ്ലോപ്പ്, എക്സ്പ്ലെയിൻ ഹൗ ടു എലിമിനേറ്റ് ദി പ്രോബ്ലം, 7 മാർക്ക്. ഇവിടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഡിസൈൻ എ 3-bit സിങ്ക്രോണസ് സബ് കൗണ്ടർ യൂസിങ് T ഫ്ലിപ്പ് ഫ്ലോപ്പ്. T ഫ്ലിപ്പ് ഫ്ലോപ്പ് യൂസ് ചെയ്തിട്ട് ഒരു സിങ്ക്രോണസ് അപ്പ് കൗണ്ടർ ആണ് ചോദിച്ചിരിക്കുന്നത്. 3-bit അപ്പ് കൗണ്ടർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇതിൻ്റെ മാർക്ക് സ്പ്ലിറ്റിംഗ് ഇതൊക്കെയാണ്. ഫസ്റ്റ് നമ്മൾ 3-bit സിങ്ക്രോണസ് സബ് കൗണ്ടറിൻ്റെ സ്റ്റേറ്റ് ഡയഗ്രാം വരയ്ക്കണം, 1 മാർക്ക് ഉണ്ട്. എക്സൈറ്റേഷൻ ടേബിളിന് 2 മാർക്സ്, കെമാപ്പ് സിംപ്ലിഫിക്കേഷൻ 2 മാർക്സ് ആണുള്ളത്. ഇക്വേഷൻസിന് 2 മാർക്ക്, ഡയഗ്രത്തിന് 2 മാർക്ക്. അങ്ങനെ ടോട്ടൽ 9 മാർക്സ് ആണ് ഇതിനുള്ളത്.
സോ ആദ്യം നമുക്ക് സ്റ്റേറ്റ് ഡയഗ്രം നോക്കാം. സോ ഒരു 3 ബിറ്റ് അപ്പ് കൗണ്ടറിൻ്റെ സ്റ്റേറ്റ് ഡയഗ്രമാണ്. സ്റ്റേറ്റ് ഡയഗ്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ബിറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ബൈനറിയിലാണ് ഇതിൽ ഇൻപുട്സ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സോ ഇറ്റ് സ്റ്റാർട്ട്സ് ഫ്രം 000 തൊട്ടിട്ട് നമുക്ക് 111 വരെ അപ്പ് കൗണ്ടറാണ്. സോ മാക്സിമം വാല്യൂ എന്ന് പറഞ്ഞാൽ 111 ആണ് കിട്ടുന്നത്. സോ 000 തൊട്ടിട്ട് 111 വരെയുള്ള ഒരു സ്റ്റേറ്റ് ഡയഗ്രമാണിത്. സ്റ്റേറ്റ് ഡയഗ്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ക്ലോക്ക് പൾസ് കൊടുക്കുന്നതനുസരിച്ചിട്ട് ഒരു ബിറ്റ് അപ്പ് ആവും, അത് ഒരു ബിറ്റ് അപ്പ് കൗണ്ടിങ് ചെയ്യും. സോ ഇനീഷ്യലി 000 ആണ്, ആ സ്റ്റേറ്റ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. Q3 Q2 Q1 എന്ന് പറഞ്ഞിട്ടാണ് നമ്മളിതിൻ്റെ സ്റ്റേറ്റ് കാണിച്ചിരിക്കുന്നത്. Q3 Q2 Q1. സോ ഇതാണ് ഇതിൻ്റെ എം എസ് ബി എന്ന് പറയുന്നത് Q3 ആണ്, Q1 എന്ന് പറയുന്നത് ഇതിൻ്റെ LSB ആണ്. അപ്പോൾ 000 ആണ് നമ്മുടെ ആദ്യത്തെ കൗണ്ട്. ക്ലോക്ക് കൊടുത്തു കഴിയുമ്പോൾ 0001 ആവുന്നു, വീണ്ടും ക്ലോക്ക് കൊടുത്തു കഴിയുമ്പോൾ 010. സോ ഇതെന്ന് പറയുന്നത് ഡെസിമൽ 0 ആണ്. 001 എന്ന് പറഞ്ഞാൽ ഡെസിമലിൽ 1 ആണ്. ഇത് 2 ആണ്, 3 4 5 6 7. അപ്പോൾ നമുക്കറിയാം ഒരു അപ്പ് കൗണ്ടർ 3 ബിറ്റ് എന്ന് പറഞ്ഞാൽ 0 തൊട്ടിട്ട് 7 വരെയാണ് അത് കൗണ്ട് ചെയ്യുന്നത്. സോ 0 to 7 വരെയുള്ള നമ്പേഴ്സിൻ്റെ ബൈനറി റെപ്രസെൻറ്റേഷൻ യൂസിങ് എ ഡയഗ്രാം വിത്ത് ക്ലോക്ക്. ഇതാണ് ഇതിൻ്റെ സ്റ്റേറ്റ് ഡയഗ്രാം. അപ്പോൾ ഇത് വളരെ എളുപ്പം വരയ്ക്കാൻ പറ്റുന്നതാണ്. ഇനി നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടത് എന്ത് വെച്ചിട്ടാണ്? ടി ഫ്ലിപ്പ് ഫ്ലോപ്പ് വെച്ചിട്ടാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. സോ അതിൻ്റെ ഒരു ലോജിക് ഡയഗ്രാം വരച്ചു. സോ ആ ലോജിക് ഡയഗ്രത്തിൽ നമുക്കറിയാം ഒറ്റ ഇൻപുട്ടാണ് ടി എന്ന് പറയുന്നത്. സോ ടി ഒരു 1 ബിറ്റ് കൊടുത്തു. ഇവിടെയും പോസിറ്റീവ് ക്ലോക്കാണ് യൂസ് ചെയ്തിരിക്കുന്നത്, അതും ഒരു ഇൻപുട്ടായിട്ട് കൊടുത്തു. ഇവിടെ നമുക്ക് ഔട്ട്പുട്ട് ഉണ്ട്. ഔട്ട്പുട്ട് QN എന്ന് പറഞ്ഞിട്ട് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. ഇത് അതിൻ്റെ ടോഗിളുടെ ഔട്ട്പുട്ടാണ്, QN ബാറാണ്. സോ QNഉം QN ബാറും ടിയും ക്ലോക്കും ഇൻപുട്ടായിട്ടുള്ള ലോജിക് ഡയഗ്രം കഴിഞ്ഞു. ഇനി നമുക്ക് അതിൻ്റെ എക്സൈറ്റേഷൻ ടേബിൾ വരയ്ക്കണം. എക്സൈറ്റേഷൻ ടേബിളിൽ എപ്പോഴും പ്രസൻറ്റ് സ്റ്റേറ്റും നെക്സ്റ്റ് സ്റ്റേറ്റ് ആണ് ആദ്യം കൊടുക്കേണ്ടത്. ഇൻപുട്ട് നമ്മൾ അത് കഴിഞ്ഞിട്ടാണ് കൊടുക്കേണ്ടത്. ഓക്കെ, പ്രസൻറ്റ് സ്റ്റേറ്റും നെക്സ്റ്റ് സ്റ്റേറ്റും കഴിഞ്ഞിട്ടാണ് നമ്മളിവിടെ ഇൻപുട്ട് കൊടുക്കേണ്ടത്. നമ്മൾ സാധാരണ കൊടുക്കാറ് ട്രൂത്ത് ടേബിളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആദ്യം ഇൻപുട്ട് കൊടുത്തിട്ടാണ് പിന്നെ അടുത്ത കറസ്പോണ്ടിങ് ഔട്ട്പുട്ട്സ് കൊടുക്കാറ്. പക്ഷേ ഇവിടെ പ്രസൻറ്റ് സ്റ്റേറ്റ് ആൻഡ് നെക്സ്റ്റ് സ്റ്റേറ്റ് വേണം ആദ്യം കൊടുക്കാൻ. ഇവിടെ പ്രസൻറ്റ് സ്റ്റേറ്റിനെ QN എന്ന് പറഞ്ഞിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം, നെക്സ്റ്റ് സ്റ്റേറ്റിനെ QN+1 എന്ന് പറഞ്ഞിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. സോ ഇൻപുട്ട് കോമ്പിനേഷൻ 00 01 10 11. ഈ 4 കോമ്പിനേഷൻസ് ആണ് നമുക്കിവിടെ കൊടുക്കാൻ പറ്റുക. ഇനി കാരണം എന്താണ്? ഇവിടെ T എന്ന് പറയുന്നത് ഒരു ഒറ്റ ബിറ്റാണ്. അപ്പോൾ അതിനാകെ അറ്റ് എ ടൈം പ്രസൻറ്റ് സ്റ്റേറ്റിൽ 0 അല്ലെങ്കിൽ 1 ആണ് ആകാനുള്ള സാധ്യത. സോ 0 ആകുമ്പോൾ അത് നെക്സ്റ്റ് സ്റ്റേറ്റിലേക്ക് ഏതൊക്കെ പോസിബിലിറ്റി ഉണ്ട്? 0 to 0 ആവാം, പിന്നെ 0 to 1 ആവാം, പിന്നെ 1 ആണെന്നുണ്ടെങ്കിലോ 1 to 0 ആവാം, 1 to 1 ആവാം. അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ പ്രസൻറ്റ് സ്റ്റേറ്റും നെക്സ്റ്റ് സ്റ്റേറ്റും കോമ്പിനേഷൻ. സോ T ആണെന്നുണ്ടെങ്കിൽ 00 01 10 11 അങ്ങ് എഴുതി പോവുക. അടുത്തത് അതിൻ്റെ ഇൻപുട്ട് കോളമാണ്, ദാറ്റ് ഇസ് T എന്ന് പറയുന്നത്. അപ്പോൾ 0 to 0 ആവുകയാണെന്നുണ്ടെങ്കിൽ ടി ഫ്ലിപ്പ് ഫ്ലോപ്പ് നമുക്കറിയാം എന്തെങ്കിലും ട്രാൻസിഷൻ വരണമെന്നുണ്ടെങ്കിൽ, അതായത് അത് ടോഗിൾ മോഡിൽ വർക്ക് ചെയ്യുന്ന ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പാണ് ടി ഫ്ലിപ്പ് ഫ്ലോപ്പ്. സോ ടോഗിൾ ആവണം എന്നുണ്ടെങ്കിൽ T = 1 ആണ്. ഈ ഒരു കണ്ടീഷനിൽ മാത്രമാണ് ഒരു ടി ഫ്ലിപ്പ് ഫ്ലോപ്പ് ടോഗിൾ ചെയ്യുന്നത്. ബാക്കി കണ്ടീഷൻസിലോ, അതായത് 0 to 0 അല്ലെങ്കിൽ 0 to 1 ആണെന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? സോറി, ഇവിടെ 1ഉം 0ഉം കേട്ടോ, 1ഉം 0ഉം. ഈ 1ഉം 0ഉം ആണ് ടോഗിളിങ്, അതായത് ഓപ്പോസിറ്റ് ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ ഈ 2 കോമ്പിനേഷൻസ്, ഇവിടെ 0 to 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേഞ്ച് ഒന്നുമില്ല. സോ 0 to 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 തന്നെയാണ് അതിൻ്റെ ഔട്ട്പുട്ട്. T = 0 when there is no change. അപ്പോൾ ഇൻപുട്ട് എന്താണോ കൊടുക്കുന്നത് അത് തന്നെയായിരിക്കും ഔട്ട്പുട്ട്. ഇൻപുട്ട് എന്ന് പറയുന്നത് നിങ്ങളുടെ 0 ആണ്. നെക്സ്റ്റ് സ്റ്റേറ്റ് 0 ആകുമ്പോൾ T എന്തായിരിക്കും? 0 ആയിരിക്കും. അതേപോലെ 1 നോക്കിയേ, 1 ആണ് പ്രസൻറ്റ് സ്റ്റേറ്റ്, നെക്സ്റ്റ് സ്റ്റേറ്റും 1 തന്നെയാണെന്ന് പറഞ്ഞാൽ ചേഞ്ച് ഒന്നുമില്ല. അപ്പോൾ എന്തായിരിക്കും? T 0 ആണ്. T 0 ആയിരിക്കുന്ന സ്റ്റേറ്റിൽ പ്രസൻറ്റ് സ്റ്റേറ്റും നെക്സ്റ്റ് സ്റ്റേറ്റും 1 തന്നെയായിരിക്കും, അത് 0 ആയാലും 1 ആയാലും. ഇനി ചേഞ്ച് വരുന്നത് എപ്പോഴാണ്? 0 to 1 ട്രാൻസിഷൻ വരുമ്പോൾ, അല്ലെങ്കിൽ 1 to 0 ട്രാൻസിഷൻ വരുമ്പോൾ. 0 to 1 ട്രാൻസിഷൻ വന്നാൽ ഉറപ്പായിട്ടും T ടോഗിൾ മോഡിലായിരിക്കും, T = 1 ആണ്. അടുത്തത് 1 to 0 വന്നാലും ടോഗിൾ മോഡിലാണ്, T = 1 ആണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ എക്സൈറ്റേഷൻ ടേബിൾ. ഇനി അടുത്തത് സ്റ്റേറ്റ് ടേബിൾ വിത്ത് ദി എക്സൈറ്റേഷൻ. അപ്പോൾ ഇതിലെന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രസൻറ്റ് സ്റ്റേറ്റ്, നെക്സ്റ്റ് സ്റ്റേറ്റ്, ഫ്ലിപ്പ് ഫ്ലോപ്പ്. അപ്പോൾ ഇത്രയും നേരം നമ്മൾ നേരത്തെ വരച്ചിരുന്ന എക്സൈറ്റേഷൻ ടേബിൾ എന്ന് പറഞ്ഞാൽ ഒരു ടി ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെയാണ്. ഇനി നമ്മൾ സ്റ്റേറ്റ് ടേബിൾ വിത്ത് എക്സൈറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതും ആക്ച്വലി ഒരു എക്സൈറ്റേഷൻ ടേബിളാണ്. ബട്ട് ഈ എക്സൈറ്റേഷൻ ടേബിളിൽ കൗണ്ടറിൻ്റെയാണ്. അപ്പോൾ നമുക്കറിയാം 3 ബിറ്റ് അപ്പ് കൗണ്ടറാണ് നമ്മളിവിടെ ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ എത്ര ഫ്ലിപ്പ് ഫ്ലോപ്സ് വേണ്ടി വരും? ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറഞ്ഞാൽ 1 ബിറ്റ് ഔട്ട്പുട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഒരു ടി ഫ്ലിപ്പ് ഫ്ലോപ്പ് ഒരു ഇൻപുട്ട് എടുത്തിട്ട് കറസ്പോണ്ടിങ് ആയിട്ട് 1 ബിറ്റ് ഔട്ട്പുട്ടാണ് തരുന്നത്. അപ്പോൾ നമുക്ക് എത്ര ഫ്ലിപ്പ് ഫ്ലോപ്പ് കിട്ടിയെങ്കിലാണ് 3 ബിറ്റ് കൗണ്ടർ ഡിസൈൻ ചെയ്യാൻ പറ്റുക? 3 ഫ്ലിപ്പ് ഫ്ലോപ്സ് വേണ്ടി വരും. അതുകൊണ്ട് നമുക്ക് 3 തവണ
ടി എഴുതണം. അതായത് T3, T2, T1 എന്ന് പറഞ്ഞിട്ട് എഴുതണം. കറസ്പോണ്ടിങ് ആയിട്ട് പ്രസന്റ് സ്റ്റേറ്റിലും നെക്സ്റ്റ് സ്റ്റേറ്റിലും എന്താ നമ്മൾ ചെയ്യുക? നേരത്തെ എഴുതിയതിൽ എങ്ങനെയായിരുന്നു? ഇപ്പോൾ ഒരു പ്രസന്റ് സ്റ്റേറ്റ്, ഒരു നെക്സ്റ്റ് സ്റ്റേറ്റ്, ഒരു ടി ആയിരുന്നു. ഇങ്ങനെ 3 എണ്ണം വേണം. അപ്പോൾ അതിനെ നമുക്ക് നെയിം ചെയ്യാം. ഒരു പ്രസന്റ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് Q3യുടെ കോളമാണ്. അതിൻ്റെ നെക്സ്റ്റ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ Q3n+1 എന്ന് നമുക്ക് പറയാം. ഓക്കെ, അടുത്തത് Q2, Q2n+1, Q1, Q1n+1. അങ്ങനെ നമുക്ക് ഡിസൈൻ ചെയ്തിട്ട് കറസ്പോണ്ടിങ് ആയിട്ട് T3, T2, T1 എന്ന് പറഞ്ഞ 3 ടി ഫ്ലിപ്പ് ഫ്ലോപ്സിനെ എഴുതാം. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. കാരണം നമ്മളിവിടെ ഡിസൈൻ ചെയ്യുന്നത് ഒരു 3-bit അപ്പ് കൗണ്ടറാണ്. അപ്പോൾ ഇവിടെ പ്രസന്റ് സ്റ്റേറ്റ് നോക്കാം. Q3, Q2, Q1. ഇവിടെ n+1 എന്ന് എഴുതുമ്പോൾ കുറച്ച് ലെങ്തി ആയതുകൊണ്ട് നമ്മളിവിടെ Q3 ബാർ, Q2 ബാർ, Q1 ബാർ എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുകയാണ്. കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്ലിപ്പ് ഫ്ലോപ്പ് T3, T2, T1 ആണ്. സോ ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പ് നമുക്ക് നോക്കാം. T3 എന്ന് പറയുന്ന ഇൻപുട്ട് കൊടുത്തിരിക്കുന്ന ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ പ്രസന്റ് സ്റ്റേറ്റ് ടു നെക്സ്റ്റ് സ്റ്റേറ്റ് ട്രാൻസിഷൻ. ഇവിടെ വളരെയധികം ശ്രദ്ധിക്കുക. Q3 to Q3 ബാർ ആണ് നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത്. Q3 to Q3 ബാർ 0 to 0 എന്ന് പറഞ്ഞാൽ പ്രസന്റ് സ്റ്റേറ്റ് നെക്സ്റ്റ് സ്റ്റേറ്റ് ഒന്ന് തന്നെയാണ്. അപ്പോൾ ഇവിടെ എന്ത് വരും? T3 0 ആയിരിക്കും. ഓക്കെ, T3 0 ആണ്. നെക്സ്റ്റ് നോക്കേണ്ടത് ഒന്നുകിൽ ഒരു പർട്ടിക്കുലർ കോളം കംപ്ലീറ്റ് ആയിട്ട് നോക്കുക, T3 എഴുതി പോവുക. അല്ലാന്നുണ്ടെങ്കിൽ പാരലായിട്ട് നമ്മൾ പ്രസന്റ് സ്റ്റേറ്റ് നെക്സ്റ്റ് സ്റ്റേറ്റ് എഴുതിയ ശേഷം പാരലായിട്ട് ഓരോന്നും നോക്കി പോവാം. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് പ്രസന്റ് സ്റ്റേറ്റും നെക്സ്റ്റ് സ്റ്റേറ്റും കംപ്ലീറ്റ് എഴുതി. അതെങ്ങനെയാണെന്ന് പറയാം. അത് എഴുതിയ ശേഷം Q3 ബാറിൻ്റെ ട്രാൻസിഷൻ ഫുൾ എഴുതി. ദെൻ Q2 ബാറിൻ്റെ ട്രാൻസിഷൻ ഫുൾ എഴുതി. Q1 ബാറിന്. അങ്ങനെ വരുമ്പോൾ തെറ്റാനുള്ള സാധ്യത കുറവാണ്. സോ നമ്മൾ പ്രസന്റ് സ്റ്റേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതും നെക്സ്റ്റ് സ്റ്റേറ്റ് എഴുതുന്നതും എങ്ങനെയാണ്? പ്രസന്റ് സ്റ്റേറ്റ് നമ്മൾ എപ്പോഴും 0 0 0 എന്ന് പറഞ്ഞിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. നമുക്കറിയാം കൗണ്ടർ 0 0 0 തൊട്ടിട്ട് 1 1 1 വരെയാണ് കൗണ്ട് ചെയ്യേണ്ടത്. സോ ഇവിടെ 0 എന്ന് പറയുന്ന ഡെസിമൽ നമ്പറിന് കറസ്പോണ്ടിങ് ബൈനറി 0 0 0 ആണ് ഫസ്റ്റ് പ്രസന്റ് സ്റ്റേറ്റ്. 0 0 0 ഇത് ഈ ഒരു കോളം കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ബൈനറി 3-bit വെച്ചിട്ട് അങ്ങ് ഫിൽ ചെയ്ത് പോവാം. സോ 0 0 0, അടുത്ത 1 എന്ന് പറയുന്നതിന് 0 0 1, 2 എന്ന് പറയുന്നതിന് 0 1 0, 3ക്ക് 0 1 1, 4ന് 1 0 0, 5ന് 1 0 1, 6ന് 1 1 0, 7ന് 1 1 1. ഇനി ഇതൊരു അപ്പ് കൗണ്ടർ ആണ്. സോ നെക്സ്റ്റ് സ്റ്റേറ്റ് എങ്ങനെയായിരിക്കും? നമുക്ക് 0 0 0 ആണ് പ്രസന്റ് സ്റ്റേറ്റ് ഉള്ളത്. സോ 0 0 0 പ്രസന്റ് സ്റ്റേറ്റ് ആണെങ്കിൽ നെക്സ്റ്റ് സ്റ്റേറ്റ് അപ്പ് കൗണ്ടർ ആകുമ്പോൾ +1 ആയിരിക്കില്ലേ? അതായത് ഒരു ബിറ്റ് കൂടുതലായിരിക്കും. സോ പ്രസന്റ് സ്റ്റേറ്റ് 0 0 0 ആണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് സ്റ്റേറ്റ് എപ്പോഴും 0 0 1 ആയിരിക്കും. ഇനി ഈ 0 0 1 തന്നെയല്ലേ ഇവിടെ നെക്സ്റ്റ് പ്രസന്റ് സ്റ്റേറ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. അതിന് നെക്സ്റ്റ് സ്റ്റേറ്റ് എന്തായിരിക്കും? അപ്പ് ആയതുകൊണ്ട് 0 1 0. അങ്ങനെ എഴുതി താഴെ വരെ പോവാം. അപ്പോൾ ഇവിടെ 1 1 1 ആണ് നമുക്ക് ലാസ്റ്റ് പ്രസന്റ് സ്റ്റേറ്റ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ 1 1 1 വന്നു കഴിഞ്ഞാൽ വീണ്ടും എന്താകും? നിങ്ങളുടെ അപ്പ് കൗണ്ടർ 3-bit ആണ്. അതുകൊണ്ട് അത് വീണ്ടും 0 0 0യിലേക്ക് റീസെറ്റ് ചെയ്ത് പോകും. അപ്പോൾ അതുകൊണ്ട് ലാസ്റ്റ് സ്റ്റെപ്പ് മാത്രം ശ്രദ്ധിക്കുക. 1 1 1 കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് 0 0 0 ആയിരിക്കും. ബാക്കിയെല്ലാം നമുക്ക് ആ ഓർഡറിലും എഴുതി പോകാം. അതിനുശേഷം Q3യും Q3 ബാറും തമ്മിലുള്ള ട്രാൻസിഷൻ നോക്കുക. സോ 0 to 0 ആണ്. സോ 0 to 0 ആണെങ്കിൽ നമുക്കറിയാം ടിയുടെ ട്രൂത്ത് ടേബിൾ വെച്ചിട്ട് 0 to 0 ട്രാൻസിഷൻ വന്നു കഴിഞ്ഞാൽ T0 ആണ്. സോ അവിടെ T0 ആണ്. അടുത്തത് ഇപ്പോൾ ഈ ഒരു കോളമാണ് നമ്മൾ നോക്കുന്നത്. Q3യും അതുപോലെ തന്നെ Q3 ബാറും. ഇനി അടുത്തത് 0 to 0 തന്നെയാണ് അടുത്തത്. 0 to 0. 0 to 0 എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് കിട്ടുന്നത് എന്താണ്? 0 ആണ്. അടുത്തത് 0 to 0 തന്നെയാണ്. അവിടെ വീണ്ടും 0 കിട്ടി. പിന്നെ 0 to 1 ആണ്. 0 to 1ൻ്റെ അവിടെ എന്താ വരുന്നത്? 1 ആണ് വരുന്നത്. ഓക്കെ, അതിനുശേഷം വീണ്ടും 1 to 1 ആണ്. സോ 0 വന്നു. പിന്നെ 1 to 1 ആണ്. അവിടെ 0 വന്നു. പിന്നെയും 1 to 1 ആണ്. 0 വന്നു. ലാസ്റ്റ് 1 to 0 ആണ്. അവിടെ 1 വന്നു. പറ്റുമെങ്കിൽ ആ 1 വരുന്ന കറസ്പോണ്ടിങ് സെല്ലുകൾ മാത്രം ഒന്ന് സർക്കിൾ ചെയ്ത് വയ്ക്കുക, ഒന്ന് മാർക്ക് ചെയ്ത് വയ്ക്കുക. അപ്പോൾ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ എളുപ്പമുണ്ടാവും. അങ്ങനെ T3 നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇതേ പ്രോസസ്സ് തന്നെ Q2 to Q2 ബാർ പ്രസന്റ് സ്റ്റേറ്റ് ടു നെക്സ്റ്റ് സ്റ്റേറ്റും, അതുപോലെ തന്നെ Q1 to Q1 ബാർ പ്രസന്റ് സ്റ്റേറ്റ് ടു നെക്സ്റ്റ് സ്റ്റേറ്റും ഇതേപോലെ തന്നെ നോക്കുക. പിന്നെ നോക്കിക്കഴിഞ്ഞാൽ അടുത്തത് Q2 നമുക്ക് നോക്കാം. ഇത് Q2 ആണ്. ഇത് Q2 ബാർ ആണ്. സോ Q2 to Q2 ബാറിൽ വീണ്ടും 0 to 0 ആയതുകൊണ്ട് 0, 0 to 1 ആകുമ്പോൾ ഇവിടെ 1 വന്നു. ദെൻ 1 to 1ൽ 0 ആണ്.
1 to 0ൽ 1 ആണ്, 0 to 0 ചേഞ്ച് ഒന്നുമില്ല, 0 to 1ൽ 1 ഉണ്ട്, 1 to 1ൽ ചേഞ്ച് ഒന്നുമില്ല, പിന്നെയും 1 to 0ൽ 1 വന്നു. അപ്പോൾ ഇവിടെ നമുക്ക് 4 ട്രാൻസിഷൻസ് ആണ് വന്നിട്ടുള്ളത്. ഇനി അടുത്തത് Q1 to Q1 ബാർ. സോ Q1 to Q1 ബാർ എന്ന് പറയുന്ന കോളം നമ്മളെടുത്തു. ഇതിലും ഇതേപോലെ തന്നെ 0 to 1 1 വന്നു, അടുത്തത് 1 to 0 1 വന്നു. ഇതിലെല്ലാത്തിലും ട്രാൻസിഷനാണ്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ 2 കോളത്തിൽ കംപ്ലീറ്റ് ട്രാൻസിഷൻസ് ആണ്. 0 to 1 1 to 0 ഇങ്ങനെ നിറയെ ട്രാൻസിഷൻസ്. അത് നോക്കി നോക്കി എഴുതുക. എവിടെ 1 to 0 അല്ലെങ്കിൽ 0 to 1 ട്രാൻസിഷൻ ഉണ്ടോ നോക്കുക, എല്ലാം ചേഞ്ച് ആയിട്ടുണ്ടോ എന്ന്. ചേഞ്ച് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിരത്തി പിടിച്ച് നമുക്കിവിടെ 1 കൊടുക്കാം. ഇത് ഫുൾ 1 ആണ്. ഇനി നമുക്കിതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള കെ മാപ്പ് സിംപ്ലിഫിക്കേഷൻ നോക്കാം. സോ ഫസ്റ്റ് നമ്മൾ എടുക്കുന്നത് T3 ആണ്. ഓക്കെ, സോ T3ക്ക് വേണ്ടിയിട്ടുള്ള കെ മാപ്പാണ് നമ്മൾ വരയ്ക്കാൻ പോകുന്നത്. സോ ഇവിടെ നിങ്ങൾ എടുക്കുന്ന ഇൻപുട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Q3യും ദെൻ Q2ഉം Q1ഉം ആണ് ഇൻപുട്ടായിട്ട് എടുക്കുന്നത്. 3 ബിറ്റാണ്, കാരണം 3 ബിറ്റ് കൗണ്ടറാണ് നമ്മളിവിടെ ഡിസൈൻ ചെയ്യുന്നത്. സോ 3 ഇൻപുട്ട് ബിറ്റ് ഉള്ളപ്പോൾ നമ്മൾ യൂസ് ചെയ്യേണ്ടത് എത്ര സെൽസിൻ്റെ കെ മാപ്പാണ്? നമ്മൾ നേരത്തെ പ്രോബ്ലത്തിൽ പറഞ്ഞിരുന്നു 2 ബിറ്റ് വന്നു കഴിഞ്ഞപ്പോൾ 2⁻², 4 സെൽസാണ് എടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ 3 ബിറ്റ് ആണെന്നുണ്ടെങ്കിൽ 2⁻3 നമ്മൾ എടുക്കേണ്ടത് 8 കോളമുള്ള കെ മാപ്പാണ്. സോ 2⁻3. അപ്പോൾ നമുക്കിവിടെ 2⁻3 8 സെൽസുള്ള കെ മാപ്പാണ് വേണ്ടത്. സോ 8 സെൽസുള്ള കെ മാപ്പ് ആയതുകൊണ്ട് തന്നെ ഇവിടെ Q3 Q2 Q1 എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്നത്. വേണമെങ്കിൽ Q3 Q2 Q1 എന്ന് പറഞ്ഞിട്ട് നമുക്ക് എഴുതാവുന്നതാണ്. അപ്പോൾ ഏത് ഓർഡറിലാണ് എഴുതുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഓർഡറിൽ തന്നെ വേണം കെ മാപ്പിൻ്റെ ഉള്ളിൽ നമ്മൾ വാല്യൂസ് ഫില്ല് ചെയ്യാനായിട്ട്. സോ ഇവിടെ Q3 Q2 Q1 ആണ്. അത് ഇവിടെയുള്ള വാല്യൂ 0 0 0 1 1 0 1 1 ആണ്. നമുക്കറിയാം ഗ്രേ കോഡാണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരു 1 ബിറ്റ് ബൈനറി വാല്യൂ വേരിയേഷൻ മാത്രമേ ഇവിടെ പാടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ 0 0 0 1 1 1 1 0 എന്ന രീതിയിലാണ് നമ്മൾ കെ മാപ്പിൽ വാല്യൂസ് എഴുതി പോകുന്നത്. ഒരു 4 കോളംസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ രീതിയിലാണ് എഴുതി പോകുന്നത്. പിന്നെ ഇവിടെ Q1 ആയതുകൊണ്ട് തന്നെ 0 1 എന്ന് പറഞ്ഞിട്ട് എഴുതി. ഇനി Q3 Q2 Q1 എന്ന് പറഞ്ഞാൽ ഈ ആദ്യത്തെ ഓർഡറാണ് Q3 Q2 Q1. അപ്പോൾ ഇവിടെയും ഞാൻ പറയുകയാണ്, നെക്സ്റ്റ് സ്റ്റേറ്റ് നിങ്ങൾ ശ്രദ്ധിക്കുകയേ വേണ്ട. ആകെ ഈ ഒരു ട്രാൻസിഷൻ ടേബിൾ എഴുതാൻ വേണ്ടി മാത്രമേ നമുക്ക് പ്രസൻറ്റ് സ്റ്റേറ്റും നെക്സ്റ്റ് സ്റ്റേറ്റും ആവശ്യമുള്ളൂ. അതിനുശേഷം പ്രസൻറ്റ് സ്റ്റേറ്റ് മാത്രം നോക്കിയിട്ടാണ് നമ്മൾ കെ മാപ്പ് വരയ്ക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അവിടെ നെക്സ്റ്റ് സ്റ്റേറ്റ് നോക്കേണ്ട ആവശ്യമില്ല. സോ പ്രസൻറ്റ് സ്റ്റേറ്റ് 0 0 0 ആണെങ്കിൽ ദാറ്റ് ഈസ് Q3 Q2 Q1 എന്നാണ്. സോ 0 0 0. ഓക്കെ, 0 0 0. ആ 3 0 0 0 ആണെന്നുണ്ടെങ്കിൽ ഇവിടെ T3 എന്താണ്? T3 0 ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ 0 എഴുതി. അടുത്തത് 0 1 0 എന്നാണ്. ഓക്കെ, 0 1 0 ആണ് വാല്യൂ. അപ്പോൾ ഇതിൽ ഇങ്ങനെ എഴുതുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ തിരിച്ചും എഴുതാം. അതായത് ഇവിടെ Q3, ഇവിടെ Q2, ഇവിടെ Q1 അങ്ങനെ എഴുതിയാലും കറക്റ്റാണ്. അപ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്ന ഓർഡർ Q3 Q2 Q1 ആണെന്നേ ഉള്ളൂ. അപ്പോൾ അത് എഴുതുമ്പോൾ നോക്കുന്നത് ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു കാര്യം ചെയ്യാം, നമുക്ക് Q1 Q3 Q2 എന്ന് പറഞ്ഞിട്ടുള്ള ഓർഡർ നോക്കാം. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ 0 0 0 തന്നെയാണ് ഇവിടെ. ദെൻ Q1 Q2 Q3 എന്ന ഓർഡറിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ 0 1 0 എന്ന് പറയുന്ന വാല്യൂ വരും. സോ 0 1 0 വാല്യൂ എന്താണ് ഇവിടെ? 0 1 0 എന്ന് പറയുന്ന വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് 0 ആണ് കിട്ടിയിരിക്കുന്നത്. ഇവിടെ 0 ആണ്. നെക്സ്റ്റ് ഇതേപോലെ തന്നെ Q1 Q2 Q3 ഓർഡറിൽ നോക്കുകയാണെങ്കിൽ 0 1 1 ആണ്. ഇവിടെ 0 1 1 നോക്കുക. 0 1 1ന് കറസ്പോണ്ടിങ് ആയിട്ട് T3 1 ആണ്. ഓക്കെ, Q1 Q2 Q3 ആണ് ഓർഡറിൽ. സോ Q1 Q2 Q3യിൽ 0 1 1 എന്ന് പറയുന്നത് നമുക്ക് 0 1 1 ആണ്. സോ അതിൻ്റെ കറസ്പോണ്ടിങ് വാല്യൂ നമുക്ക് 0 ആണ്. ഓക്കെ, ഈ 0 ആണ്. സോ അതുകൊണ്ട് ഇവിടെ 0 ആണ്. അടുത്തത് Q1 Q2 Q3 എന്ന് പറയുന്ന ഓർഡർ 0 0 1 ആണ്. സോ ഇവിടെ നമുക്ക് നോക്കിയാൽ 0 0 1 ഇവിടെയാണ്. 0 0 1 0 0 1 0 0 1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ 0 ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് 0 ആണ്.
അതേപോലെ തന്നെ ഓരോ കോളംസ് നോക്കുക. പിന്നെ ഇവിടെ നമുക്ക് നോക്കാം. ഈ വാല്യൂ എന്ന് പറയുന്നത് Q1 Q2 Q3 ഓർഡറിൽ നോക്കിയാൽ 1 1 0 ആണ്. Q1 Q2 Q3 1 1 0. ഇവിടെ നമുക്ക് 1 1 0 എന്ന് പറയുന്ന ഇതാണ്. കറസ്പോണ്ടിങ് T വാല്യൂ 1 ആണ്. അപ്പോൾ അവിടെ നമ്മൾ 1 കൊടുത്തു. അതുപോലെ വീണ്ടും നമുക്കിവിടെ Q1 Q2 Q3 നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1 1 1 ആണ്. ഓക്കെ, 1 1 1. സോ ലാസ്റ്റ് 1 1 1 കറസ്പോണ്ടിങ് T 1 തന്നെയാണ്. അപ്പോൾ ഇവിടെയും 1 ആണ്. ബാക്കിയുള്ളതിൽ പിന്നെയുള്ള ഒരു സെല്ലിലും 0 തന്നെയാണ് വാല്യൂ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മളെപ്പോഴും ഇവിടെ ഡോൺ കെയർ ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ 1 മാത്രമാണ് നമുക്ക് ടോട്ടലി ഗ്രൂപ്പ് ചെയ്യാവുന്നത്. സോ ഇവിടെ 1 എടുത്ത് നമ്മൾ ഗ്രൂപ്പ് ചെയ്തു. ഓക്കെ, 1 ഗ്രൂപ്പ് ചെയ്യുമ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് ഇക്വേഷൻ എന്താ വരിക? ഇവിടെ Q1 Q2 Q3 ഓർഡറാണ്. അപ്പോൾ ഇവിടെ 2 സെൽസാണ് നമ്മൾ ഗ്രൂപ്പ് ചെയ്തിരിക്കുന്നത്. ഇത് Q3 Q2ൻ്റെ 2 എണ്ണം. ഇത് Q3, ഇത് Q2, ഇങ്ങനെയാണ് വരിക. അപ്പോൾ ഇത് Q3 ബാർ എന്ന് എഴുതാം നമുക്ക്, 0 1 ആയതുകൊണ്ട്. ഇത് Q3 Q2 എന്നാണ് പറയുക. ഇത് Q3 ബാർ Q2 ബാറാണ്. ഇവിടെ Q3 Q2 ബാറാണ്. അപ്പോൾ ഇതിൽ കോമൺ വന്നിരിക്കുന്ന വാല്യൂ ഏതാണ്? Q2 ആണ്. അതേപോലെ ഇതിൻ്റെ നേരെയുള്ള സെൽ ഏതാ? Q1 ആണ്. സോ Q1 Q2 എന്ന് പറയുന്നതാണ് നമ്മുടെ T3 വാല്യൂ. അതേപോലെ തന്നെ സെക്കൻഡ് ഫ്ലിപ്പ് ഫ്ലോപ്പ് നോക്കുക. സെക്കൻഡ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ വാല്യൂസ് എല്ലാം കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ Q2 ടു Q2 ബാർ വാല്യൂ ഒക്കെ എഴുതി കറസ്പോണ്ടിങ് ആയിട്ട് T2ൻ്റെ വാല്യൂസ് എല്ലാം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി T2ൻ്റെ കോളത്തിന് വേണ്ടിയിട്ടുള്ള ഇക്വേഷനാണ് നമ്മൾ എഴുതുന്നത്. സോ T2ന് വേണ്ടിയിട്ട് എഴുതുമ്പോൾ ഇതേപോലെ തന്നെ Q3 Q2 Q1 നമ്മൾ നോക്കുക. സോ Q3 Q2 Q1 ഇവിടെ എഴുതിയിരിക്കുന്ന ഓർഡർ Q1 Q2 Q3 എന്നാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ട് വാല്യൂസ് കൊടുക്കുക. ഇവിടെയും 0 1 ആണ് വാല്യൂ. ഇവിടെ 0 0 0 1 1 0 1 1 ആണ്. അതായത് Q3 ബാർ Q2 ബാർ Q3 ബാർ Q2 Q3 Q2 Q3 Q2 ബാർ. ഇവിടെ 0 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Q1 ബാറും Q1ഉമാണ് വാല്യൂ. അപ്പോൾ അവിടെയും കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രസൻറ്റ് സ്റ്റേറ്റും T2ഉം നോക്കുക. എവിടെയൊക്കെയാണോ 1 വന്നിരിക്കുന്നത് ആ വാല്യൂസ് ഫില്ല് ചെയ്ത് പോവാം. ഇനി ഇതുപോലെ നോക്കാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ എളുപ്പ വഴിയുണ്ട്. ഇവിടെ നമ്മൾ ഓൾറെഡി മിൻ ടേംസ് എഴുതിയിട്ടുണ്ട്. ആ മിൻ ടേംസ് എഴുതി പോയാലും മതി. ഇല്ലെങ്കിൽ ഓരോ വാല്യൂ നോക്കിയിട്ട് എഴുതാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. അപ്പം അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഒരു എളുപ്പ വഴി നമുക്കിവിടെ നോക്കാം. ഇവിടെയുള്ള വാല്യൂ സ്റ്റാർട്ട് ചെയ്യുന്നത് 0 ആണ്. കാരണം 0 0 0 1 1 0 1 1 എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്ന ഓർഡർ Q3 Q2 Q1 എന്നാണ്. ഓക്കെ, സോ Q3 Q2 Q1 ആയതുകൊണ്ട് Q3 Q2 Q1ൻ്റെ ഓർഡർ 0 0 0 വരുന്നത് ഇവിടെയാണ്. അത് 0 ആണ്. പിന്നെ അടുത്തത് Q3 Q2 Q1 നമുക്ക് 0 0 1 വരുന്നത് എവിടെയാണെന്ന് നോക്കാം. ഇവിടെയാണ് 0 0 1 വരുന്നത് ഇവിടെ. ഇനി അടുത്തത് 0 1 0 വരുന്നത് ഇവിടെ 0 1 0 ഇവിടെയാണ് നമുക്ക് വരുന്നത്. 2 അടുത്തത് 3 ഇവിടെ വരുന്നു. പിന്നെ 4 ഇവിടെ വരുന്നു. 4 നമുക്ക് ഇപ്പുറത്താണ് വരുന്നത്. 4 നമുക്ക് ഇവിടെയാണ് വരുന്നത്. കാരണം 0 1 ഇവിടെയാണ് 1 0 ഇവിടെയാണ് നമ്മുടെ 1 1. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ Q3 Q2 Q1ൽ 1 0 0 വരുന്നത് ഇവിടെയാണ്. ദെൻ 1 0 1 വരുന്നത് ഇവിടെ 5ലാണ്. പിന്നെ 1 1 0 വരുന്നത് 6ലാണ്. ഇവിടെ 7ലാണ്. ഓക്കെ, ഇങ്ങനെയാണ് നമുക്ക് മിൻ ടേംസ് എഴുതാൻ പറ്റുന്നത്. എന്നിട്ട് കറസ്പോണ്ടിങ് ഏതൊക്കെ മിൻ ടേംസിന് നേരെയാണ് 1 മാത്രം നോക്കിയത്. ഇപ്പോൾ ഇവിടെ 3ലുണ്ട്, അതുപോലെ തന്നെ 7ലും ഉണ്ട്. ഓക്കെ, സോ 3 7 ആണ് നമ്മൾ മാർക്ക് ചെയ്തത്. അതേപോലെ നിങ്ങൾക്ക് ഇവിടെ എഴുതി പോകാം. അപ്പോൾ ഒരു കോളത്തിൻ്റെ മിൻ ടേംസ് എഴുതി കഴിഞ്ഞാൽ അതേപോലെ തന്നെ ഇവിടെ എഴുതാം. 0 1 2 3 4 5 6 7. നമ്മൾ സാധാരണ എഴുതുന്നത് 0 1 2 3 4 5 6 7 എന്ന ഓർഡറിൽ എഴുതാറുണ്ട്. പ്രൊവൈഡഡ് ഇവിടെ അപ്പോൾ നമ്മൾ എഴുതേണ്ട ഓർഡർ എന്തായിരിക്കണം? Q3 Q2 Q1 എന്നായിരിക്കണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ രീതിയിലും എഴുതാം. അപ്പോൾ ഇവിടെ എഴുതി കഴിഞ്ഞാൽ വാല്യൂസ് എന്ത് വരും? ഇവിടെ നമുക്ക് ഏതൊക്കെ മിൻ ടേംസ് ആണ്? ഒന്നിടവിട്ടുള്ള മിൻ ടേംസ് ആണുള്ളത്. അതായത് 1 എന്ന് പറയുന്ന മിൻ ടേം വന്നിട്ടുണ്ട്, 3 വന്നിട്ടുണ്ട്, 5 വന്നിട്ടുണ്ട്, 7 വന്നിട്ടുണ്ട്. സോ 1 3 5 7 എന്ന് പറയുന്നത് മൊത്തം നമ്മൾ ഗ്രൂപ്പ് ചെയ്തു. അപ്പോൾ നമുക്ക് ഇക്വേഷൻ എന്ത് വരും? T2 is equal to Q1 എന്ന് പറഞ്ഞിട്ട് വരും. കാരണം ഇവിടെ എല്ലാ സെൽസും റോ വൈസ് നമ്മൾ എടുത്തിട്ടുണ്ട്. സോ എല്ലാം കൂടി ചേർത്തിട്ട് നമുക്ക് Q1 എന്ന് പറയുന്ന റോയാണ് കിട്ടുന്നത്.
ഇനി അടുത്തത് T1 ഫ്ലിപ്പ് ഫ്ലോപ്പ്. സോ T1 ഫ്ലിപ്പ് ഫ്ലോപ്പിലും Q1 Q2 Q3 എന്ന ഓർഡറാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. സോ 0 1 2 3 4 5 6 7. അപ്പോൾ ഇങ്ങനെ വാല്യൂസ് എടുത്തു കഴിഞ്ഞിട്ട് നോക്കുക, ഇവിടെ എല്ലായിടത്തും 1 ആണ്. ഓക്കെ, ടോട്ടലി ഇത് കംപ്ലീറ്റ് ആയിട്ട് 1 ആണ്. സോ എല്ലാ സെല്ലിലും നമുക്ക് 1 കൊടുക്കാം. സോ എല്ലാം 1 ആണെന്നുണ്ടെങ്കിൽ ടോട്ടലി നമ്മൾ ഗ്രൂപ്പ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ T3 എന്ന് പറയുന്ന 1 ആണ്. കംപ്ലീറ്റ് സെൽസ് എടുക്കുകയാണെങ്കിൽ T3യുടെ വാല്യൂ 1 ആയിരിക്കും. T3 അല്ല T1. ഓക്കെ, ഇത് T1നുള്ളതാണ്. സോ T1 എന്ന് പറയുന്നത് 1 ആണ്. നമുക്ക് കിട്ടിയ 3 ഇക്വേഷൻസ് എന്തൊക്കെയാണ്? T3 ഈക്വൽ ടു Q1 ഇൻറ്റു Q2, T2 ഈക്വൽ ടു Q1, T1 ഇസ് ഈക്വൽ ടു 1. ഇനി നമുക്ക് കിട്ടിയ ഇക്വേഷൻസ് ഒന്നുകൂടി നോക്കാം. T3 ഈക്വൽ ടു Q1 Q2, T2 ഈക്വൽ ടു Q1. ഇതാണ് നമുക്ക് ഇവിടെ കിട്ടിയ ഇക്വേഷൻ. T2 ഈക്വൽ ടു Q1, T1 ഈക്വൽ ടു 1. ഇനി ഈ 3 ഇക്വേഷൻസിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സർക്യൂട്ടാണ് വരയ്ക്കുന്നത്. അപ്പോൾ ഇത് 3 ബിറ്റ് അപ്പ് കൗണ്ടർ ആയതുകൊണ്ട് തന്നെ സ്ട്രക്ചറിൽ ആദ്യം നമ്മൾ വരയ്ക്കേണ്ടത് 3 ഫ്ലിപ്പ് ഫ്ലോപ്സ് ആണ്. ആ 3 ഫ്ലിപ്പ് ഫ്ലോപ്പിലും എന്തൊക്കെയാണ് വേണ്ടത്? T വാല്യൂസ് വേണം. സോ നമ്മൾ എടുക്കുന്ന ഓർഡർ ഇവിടെ T1 T2 T3 എന്ന് പറഞ്ഞിട്ടാണ് എടുത്തിരിക്കുന്നത്. സോ ഇതൊരു സിങ്ക്രോണസ് കൗണ്ടർ ആയതുകൊണ്ട് നമുക്ക് ഏത് ഓർഡറിൽ വേണമെങ്കിലും എടുക്കാം. ഒരു അസിങ്ക്രോണസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും എടുക്കേണ്ടത് എങ്ങനെയാണ്? ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് വേണം എടുക്കാൻ. ഓക്കെ, ഇവിടെ നിന്നും ഇപ്പോൾ T1 ആണെന്നുണ്ടെങ്കിൽ T1 ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് വേണം നമ്മൾ എടുക്കാൻ. സോ T1 T2 T3 എന്ന് പറയുന്ന 3 ഫ്ലിപ്പ് ഫ്ലോപ്സ് ആദ്യം വരച്ചു. ഇതെല്ലാം അതിൻ്റെ പോസഡ്ജ് ക്ലോക്കാണ്. സോ എല്ലാ ക്ലോക്കുകൾക്കും സിങ്ക്രോണസ് കൗണ്ടർ ആയതുകൊണ്ട് തന്നെ കോമൺ ആയിട്ടൊരു ക്ലോക്ക് കണക്ഷൻ കൊടുത്തു. കോമൺ ക്ലോക്കാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. ഇത് ക്ലോക്കാണ്, ഇത് നിങ്ങളുടെ ക്ലോക്കാണ്. അപ്പോൾ ഇത് 3നും കോമൺ കണക്ഷൻ കൊടുത്തു. ഇനി T1 നമുക്കറിയാം ടോഗിൾ മോഡിൽ മാത്രമാണ് കൗണ്ടർ വർക്ക് ചെയ്യുന്നത്. സോ T ഫ്ലിപ്പ് ഫ്ലോപ്പുകളുടെ ഇൻപുട്ട് വാല്യൂ എന്ന് പറയുന്നത് ഫസ്റ്റ് T ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ, ബാക്കിയെല്ലാം സിങ്ക്രോണസ് കൗണ്ടർ ആയതുകൊണ്ട് തന്നെ സർക്യൂട്ട് ഡയഗ്രാം നമുക്ക് ആ എക്സ്പ്രഷൻ വെച്ചിട്ട് മാത്രമാണ് വരയ്ക്കാൻ പറ്റുള്ളൂ. സോ ഫസ്റ്റ് T ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ T നമ്മൾ 1 എന്ന് പറഞ്ഞിട്ട് ടോഗിൾ മോഡിൽ കണക്ട് ചെയ്യാം. സോ അതുകൊണ്ട് തന്നെ ഇവിടെ T ഈക്വൽ ടു 1 ആണ്. ഇനി അതിൻ്റെ ഔട്ട്പുട്ടാണ് Q1 ബാർ, ബാർ. അതുപോലെ T2ൻ്റെ ഔട്ട്പുട്ട് Q2 ബാർ, T3യുടെ ഔട്ട്പുട്ട് Q3 ബാർ. ഇനി ഇതിൻ്റെ കണക്ഷൻ എങ്ങനെയാണ് വരയ്ക്കുക? T3 ഈക്വൽ ടു Q2 ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് Q1 ഉണ്ട്, നെക്സ്റ്റ് Q2 ആണ് നമുക്ക് വേണ്ടത്. ഇവിടെ Q2 ഉണ്ട്. സോ ഇത് Q2 ആണ്, ഇത് Q1 ആണ്. Q1 നമുക്ക് ആൻഡ് ചെയ്യാം. സോ T1ൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള Q2 ഉണ്ട്, T1ൻ്റെ Q1ഉം T2ൻ്റെ Q2 ഉണ്ട്. Q1ഉം Q2ഉം കൂടി നമ്മൾ രണ്ടും കൂടി ചേർത്തിട്ട് എന്ത് ചെയ്തു? ആൻഡ് ചെയ്തു. സോ ഇത് രണ്ടും കൂടി ആൻഡ് ചെയ്ത ശേഷം ഇനി അതിനെ എടുത്ത് കണക്ഷൻ കൊടുക്കേണ്ടത് എങ്ങോട്ടാണ്? T3യിലേക്കാണ് കൊടുക്കേണ്ടത്. സോ Q1 Q2 ആൻഡ് ചെയ്തിട്ട് നമ്മൾ T3യിലേക്ക് കൊടുക്കുന്നതോടെ ഫസ്റ്റ് കണക്ഷൻ കഴിഞ്ഞു. ഇനി അടുത്ത T2 ഈക്വൽ ടു Q1 ആണ്. T2 എന്ന് പറയുന്നത് Q1 ആണ്. സോ Q1ൽ നിന്ന് ഡയറക്റ്റ് ഒരു ലൈൻ വരച്ചിട്ട് നമ്മൾ കണക്ട് ചെയ്താൽ മതി. പിന്നെ T1 ഈക്വൽ ടു 1 ആണ്. ഓക്കെ, അപ്പോൾ ഈ തന്നിരിക്കുന്നതിൽ ഓൾറെഡി 1 തന്നിട്ടുണ്ട്. സോ അതിൽ നമ്മൾ 1 കൊടുത്തു. പിന്നെ കണക്ഷൻസ് എല്ലാം കഴിഞ്ഞു. പിന്നെ നമ്മൾ ഔട്ട്പുട്ട് എടുക്കേണ്ടത് എവിടെ നിന്നാണ്? Q1 Q2 Q3 എന്നാണ്. സോ ഇവിടെ നിന്നും Q1, ഇത് മറക്കരുത്. ഈ കറസ്പോണ്ടിങ് ഔട്ട്പുട്ട് നമ്മൾ ഒന്ന് മുകളിലേക്ക് ലൈൻ കണക്ട് ചെയ്യാം. Q1 Q2 Q3 കിട്ടി. അപ്പോൾ ഇത്രയുമാണ് സിങ്ക്രോണസ് സർക്യൂട്ട്. ഇപ്പോൾ ഒരു ചോദിച്ചിരിക്കുന്നത് 3 ബിറ്റ് അപ്പ് കൗണ്ടറാണ് യൂസിങ് T ഫ്ലിപ്പ് ഫ്ലോപ്പ്. സാധാരണ T ഫ്ലിപ്പ് ഫ്ലോപ്പ് അല്ലെങ്കിൽ JK ഫ്ലിപ്പ് ഫ്ലോപ്പ് വെച്ചിട്ടാണ് ചോദിക്കാറുള്ളത്. ഇനി അഥവാ പ്രത്യേകിച്ച് ഫ്ലിപ്പ് ഫ്ലോപ്പ് മെൻഷൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എപ്പോഴും ഒരു T ഫ്ലിപ്പ് ഫ്ലോപ്പ് പ്രിഫർ ചെയ്യുക. അല്ലെങ്കിൽ D ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണെങ്കിലും കുഴപ്പമില്ല, നമുക്ക് പ്രിഫർ ചെയ്യാം. JK ആണെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ ലെങ്തി ആയിരിക്കും നമ്മുടെ ട്രാൻസിഷൻ ടേബിളെല്ലാം. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിൽ T or D ഫ്ലിപ്പ് ഫ്ലോപ്പ് പ്രിഫർ ചെയ്യുക. 17B ഡയഗ്രാം ഓഫ് റിംഗ് കൗണ്ടർ. അപ്പോൾ അതിൽ ചോദിച്ചിരിക്കുന്ന ഒരു 4 ബിറ്റ് റിംഗ് കൗണ്ടറാണ്. സോ 4 ബിറ്റ് റിംഗ് കൗണ്ടർ ഡിസൈൻ ചെയ്യണം. സോ 4 ബിറ്റ് റിംഗ് കൗണ്ടറിൻ്റെ ഡയഗ്രത്തിന്, സർക്യൂട്ട് ഡയഗ്രത്തിന് 2 മാർക്ക് ഉണ്ട്, അതിൻ്റെ എക്സ്പ്ലനേഷന് 3 മാർക്ക്. അങ്ങനെ ടോട്ടലി 5 മാർക്സ് ആണ് ഈ ക്വസ്റ്റ്യന്. സോ ആദ്യം നമുക്കതിൻ്റെ ഡയഗ്രാം നോക്കാം. ഇതിൽ റിംഗ് കൗണ്ടർ 4 ബിറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്കിവിടെ 4 ഫ്ലിപ്പ് ഫ്ലോപ്സ് ആവശ്യമുണ്ട്. സോ ഇതൊരു സിങ്ക്രോണസ് ടൈപ്പ് ഓഫ് കൗണ്ടറാണ്. റിംഗ് കൗണ്ടർ എന്ന് പറയുന്നത് 4 ബിറ്റാണ്. സോ 4 ബിറ്റ് ആയതുകൊണ്ട് തന്നെ ഇത് ഡിസൈൻ ചെയ്യാനായിട്ട് 4 ബിറ്റ് നമുക്ക് വേണം. സോ 4 ഫ്ലിപ്പ് ഫ്ലോപ്സ് ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്.
സോ ഇനി ഡയഗ്രത്തിലേക്ക് കിടക്കാം. സോ ഡയഗ്രത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ് യൂസ് ചെയ്തിട്ടുള്ള റിംഗ് കൗണ്ടറാണ് നമ്മൾ യൂസ് ചെയ്തേക്കണേ. സോ ഡി ഫ്ലിപ്പ് ഫ്ലോപ്പിൽ ആയതുകൊണ്ട് തന്നെ ഇൻപുട്ട് ഡി ആണ്, ഔട്ട്പുട്ട് ക്യൂ ആണ്. അപ്പോൾ 4 ഫ്ലിപ്പ് ഫ്ലോപ്പ് ഉള്ളതുകൊണ്ട് D0 Q0, D1 Q1, D2 Q2, D3 Q3. അതിൽ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ക്ലോക്ക് നെഗഡ്ജ് ക്ലോക്കാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ട്രയാങ്കിൾ വിത്ത് എ ബബിളാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. 4 നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന നെഗഡ്ജ് ക്ലോക്കാണ്. ഇനി ഇതിൻ്റെ കോമൺ കണക്ഷൻ നോക്കാം. അപ്പോൾ ഇതിൽ ക്ലോക്ക് എല്ലാം തന്നെ സിങ്ക്രോണസ് ആയതുകൊണ്ട് ഒരു ക്ലോക്കിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ക്ലിയറും പ്രീസെറ്റും ആണ്. അപ്പോൾ ഇതിൽ ക്ലിയർ നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ക്ലിയർ ഒഴിവാക്കിയിട്ട് അടുത്ത 3 ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ക്ലിയറുകളാണ് കോമൺ ആയിട്ട് ക്ലിയർ പിന്നിലേക്ക് കൊടുത്തിരിക്കുന്നത്. അതുപോലെ പ്രീസെറ്റ് അതേസമയം ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ പ്രീസെറ്റ് മാത്രമാണ് നമ്മളിവിടെ കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് ഇതിൻ്റെ എക്സ്പ്ലനേഷനിൽ കാണാം. ഇതാണ് ഓവറോൾ സർക്യൂട്ട് ഡയഗ്രാം ഓഫ് റിംഗ് കൗണ്ടർ. അപ്പോൾ ഇതിൽ ഈ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ക്ലിയറും അതുപോലെ തന്നെ പ്രീസെറ്റ് കണക്ഷനും ഒക്കെ കൊടുത്ത ശേഷം പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതൊരു വാല്യൂ പാസ് ചെയ്യുന്ന പോലെയാണ് അതിന് നമുക്ക് ഔട്ട്പുട്ട് സീക്വൻസ് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ Q3 എടുത്ത് നമ്മൾ കണക്ട് ചെയ്യേണ്ടത് D0ലേക്കാണ്. ഓക്കെ, ഇതിലെ സീക്വൻസ് കൂടി കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ ഇവിടെയുള്ള ലാസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ട് എടുത്തിട്ട് ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഇൻപുട്ടിലേക്കാണ് കണക്ഷൻ. സോ വളരെ സിമ്പിളായിട്ടുള്ള കണക്ഷനാണ്. ശ്രദ്ധിക്കേണ്ടത് നമ്മളിവിടെ ഏത് ഫ്ലിപ്പ് ഫ്ലോപ്പാണ് യൂസ് ചെയ്യുന്നത്, D ഫ്ലിപ്പ് ഫ്ലോപ്പാണ്. സോ കറസ്പോണ്ടിങ് ആയിട്ട് ഫ്ലിപ്പ് ഫ്ലോപ്സിന് നെയിമിങ് കൊടുക്കുക. പിന്നെ ക്ലിയറും പ്രീസെറ്റും നമ്മൾ കൊടുക്കുന്നുണ്ട്, ക്ലോക്ക് കൊടുക്കുന്നുണ്ട്. ക്ലോക്ക് എല്ലാത്തിനും കോമൺ ആയിട്ടാണ് കൊടുക്കുന്നത്. പ്രീസെറ്റ് ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിന് മാത്രം കൊടുക്കുക, ക്ലിയർ നെക്സ്റ്റ് 3 ഫ്ലിപ്പ് ഫ്ലോപ്പിന് കോമൺ ആയിട്ട് കണക്ട് ചെയ്യാം. ഓക്കെ, ഇത്രയും മാത്രമേ ശ്രദ്ധിക്കാനുള്ളൂ. ഇനി എക്സ്പ്ലനേഷനിലേക്ക് നോക്കാം. എക്സ്പ്ലനേഷനിൽ ഫസ്റ്റ് ക്ലോക്ക് പൾസ് നമ്മൾ അപ്ലൈ ചെയ്തിരിക്കുകയാണ് എല്ലാ ഫ്ലിപ്പ് ഫ്ലോപ്പിലേക്കും സൈമൾട്ടേനിയസ് ആയിട്ട്, കാരണം അതൊരു സിങ്ക്രോണസ് കൗണ്ടറാണ്. അതർ ഇൻപുട്സ് ആർ പ്രീസെറ്റ് ആൻഡ് ക്ലിയർ. പ്രീസെറ്റും ക്ലിയറുമാണ് നമ്മുടെ മറ്റ് ഇൻപുട്സും. വെൻ PR ഈക്വൽ ടു 0, PR നമ്മുടെ 0 ആകുമ്പോൾ പ്രീസെറ്റ് എന്നുള്ളതിനാണ് PR എന്ന് കൊടുത്തിരിക്കുന്നത്. PR 0 ആകുമ്പോൾ ഔട്ട്പുട്ട് 1 ആണ്. പിന്നെ ക്ലിയർ 0 ആകുമ്പോൾ ഔട്ട്പുട്ട് 0 ആണ്. അപ്പോൾ പ്രീസെറ്റും ക്ലിയറും നമ്മുടെ 2 സ്പെഷ്യൽ ഇൻപുട്സ് എന്ന് വേണമെങ്കിൽ പറയാം. അതിന് പ്രയോറിറ്റി വൈസ് കൂടുതൽ പ്രയോറിറ്റി ഉള്ള 2 പിൻസാണിത്. അപ്പോൾ ഇവിടെ നമ്മൾ പ്രീസെറ്റ് രണ്ടും ആക്റ്റീവ് ലോ ആണ്. ആക്റ്റീവ് ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളതിന് ജനറലി ഈ ഒരു ബാർ വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുക, ക്ലിയർ ബാർ എന്നും പ്രീസെറ്റ് ബാർ എന്നും. അപ്പോൾ ബൈ ഡിഫോൾട്ട് അതിൻ്റെ വാല്യൂ 0 ആണെങ്കിലാണ് അത് വർക്ക് ചെയ്യുക. അതാണ് ആക്റ്റീവ് ലോ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതിൻ്റെ വാല്യൂ നമുക്ക് നോക്കാം. പ്രീസെറ്റിൻ്റെ വാല്യൂ 0 ആയിരിക്കുമ്പോൾ ഔട്ട്പുട്ട് 1 ആയിരിക്കും. സോ പ്രീസെറ്റ് ചെയ്യുക മീൻസ് ആ ഒരു പർട്ടിക്കുലർ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ വാല്യൂ ഔട്ട്പുട്ട് വാല്യൂ 1 ആക്കി മാറ്റുക. സോ പ്രീസെറ്റ് ആക്റ്റീവ് ലോ ആയതുകൊണ്ട് 0 കൊടുക്കുമ്പോഴാണ് നമുക്ക് ഔട്ട്പുട്ട് 1 വരുന്നത്. ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് ക്ലിയർ. ക്ലിയറിൽ നമ്മൾ ആക്റ്റീവ് ലോ ആയതുകൊണ്ട് തന്നെ 0 കൊടുക്കുമ്പോൾ ഔട്ട്പുട്ട് 0 ആയിട്ട് മാറുകയാണ് ചെയ്തത്. സോ ഈ ക്ലിയറിന് റീസെറ്റ് എന്ന വേറൊരു പേര് കൂടിയുണ്ട്. സോ റീസെറ്റ് അല്ലെങ്കിൽ ക്ലിയർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ക്ലിയർ 0 ആണെങ്കിൽ വേറെ ഏത് ഇൻപുട്ട് നമ്മൾ കൊടുത്താലും കാര്യമില്ല. അതായത് ഡിയും ക്ലോക്കും ഒന്നും നോക്കാതെ തന്നെ ക്ലിയർ 0 കൊടുക്കുകയാണെങ്കിൽ ഔട്ട്പുട്ട് 0 ആയി മാറുന്നു. അതുപോലെ തന്നെ പ്രീസെറ്റ് ആക്റ്റീവ് ലോ ആണ്. സോ അതിൻ്റെ വാല്യൂവും 0 കൊടുത്തു കഴിഞ്ഞാൽ ഏത് ഇൻപുട്ട് നമ്മൾ കൊടുത്താലും D = 0 ആവട്ടെ 1 ആവട്ടെ എന്തു തന്നെയാവട്ടെ, പ്രീസെറ്റ് നമ്മൾ 0 കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഔട്ട്പുട്ട് 1 ആയി മാറുന്നു. ശ്രദ്ധിക്കേണ്ട കാര്യം, പ്രീസെറ്റും ക്ലിയറും ഒരുമിച്ച് ഒരേ സമയം കൊടുത്തു കഴിഞ്ഞാൽ ഇത് വർക്ക് ചെയ്യില്ല. സോ അതുകൊണ്ട് അറ്റ് എ ടൈം ഏതെങ്കിലും ഒന്നാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. ഇതിലെ കണക്ഷനിൽ നിങ്ങൾക്ക് കാണാം ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പ് മാത്രം പ്രീസെറ്റ് ചെയ്തിരിക്കുകയാണ്. ബാക്കി എല്ലാ ഫ്ലിപ്പ് ഫ്ലോപ്പിലും പ്രീസെറ്റ് കൊടുത്തിട്ടില്ല, പകരം ക്ലിയർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ക്ലിയർ ഇല്ലതാനും. അപ്പോൾ ഇങ്ങനെയാണ് റിംഗ് കൗണ്ടറിൻ്റെ വർക്കിംഗ്, റിംഗ് കൗണ്ടറിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം. ഇനി അടുത്തത് നമുക്ക് അതിൻ്റെ വർക്കിങ്ങിലേക്ക് കിടക്കാം. സോ റിംഗ് കൗണ്ടറിൽ കണക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ ക്ലിയർ നെക്സ്റ്റ് 3 ഫ്ലിപ്പ് ഫ്ലോപ്പിൽ മാത്രമാണ് കണക്ഷൻ കൊടുത്തിരിക്കുന്നത്. ഇത് ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പാണ്, സെക്കൻഡ് ഫ്ലിപ്പ് ഫ്ലോപ്പ്, തേർഡ് ഫ്ലിപ്പ് ഫ്ലോപ്പ്, ഫോർത്ത് ഫ്ലിപ്പ് ഫ്ലോപ്പ്. ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിൽ പ്രീസെറ്റ് മാത്രമാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. സോ ഇവിടെ പ്രീസെറ്റ് ഒരു ആക്റ്റീവ് ലോ ഇൻപുട്ടാണ്. അപ്പോൾ ഇവിടെ ഇതിന് നമുക്ക് 0 അല്ലെങ്കിൽ ഗ്രൗണ്ട് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ലോജിക് 0 ആണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. സോ 0 കൊടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പ് മാത്രം പ്രീസെറ്റായി. ഇതിൽ ഡി വാല്യൂ നമ്മൾ ഒന്നും കൊടുക്കുന്നില്ല. സോ ഡി കൊടുത്താൽ തന്നെയും ഇവിടെ പ്രീസെറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് വാല്യൂ നമുക്ക് 1 ആയി മാറും. സോ ഇവിടെ 1 വന്നു. ഇനി നമുക്ക് അതിൻ്റെ സീക്വൻസ് ഒന്ന് നോക്കാം. Q0, Q1, Q2, Q3 എന്നാണ് സീക്വൻസ് എഴുതുന്നത്. സോ ഫസ്റ്റ് ക്ലോക്ക് പൾസിൽ നമുക്ക് Q0-ൽ 1 വന്നു, Q1-ഉം Q2-ഉം Q3-ഉം അപ്പോൾ എന്ത് തന്നെയാണ്
അതെല്ലാം ക്ലിയറിലേക്കാണ് കൊടുത്തിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഔട്ട്പുട്ട് 0 0 0 എന്നാണ് വരുന്നത്. അടുത്തത് നമ്മൾ നെക്സ്റ്റ് ക്ലോക്ക് പൾസിൽ എന്താ സംഭവിക്കുക? ഈ 1 നെക്സ്റ്റിലേക്ക് പോകും. ഓക്കെ, അപ്പോൾ ആ സമയം ഈ 0 എന്താ ചെയ്യുക? പാസ് ചെയ്ത് ഇവിടേക്ക് വരും, ഇവിടെ 0 ആയി നിൽക്കുന്നുണ്ടാവും. ഓക്കെ, സോ നെക്സ്റ്റ് ക്ലോക്ക് പൾസിൽ സംഭവിക്കുന്നത് ഈ 1 ഈ D1ലേക്ക് വരും. സോ ഈ Q1 1 ആയി മാറും. അതേസമയം ഇവിടുത്തെ 0 പാസ് ചെയ്ത് ഇങ്ങോട്ട് വരും. സോ ഈ 0 ഇവിടേക്ക് കയറി വരും. ഓക്കെ, പിന്നെ ഇനി ഇവിടെ ഈ തേർഡ് ഫ്ലിപ്പ് ഫ്ലോപ്പിന് വ്യത്യാസമൊന്നുമില്ല, കാരണം പ്രീവിയസ് ഉണ്ടായിരുന്ന 0 ആണ് ഇവിടേക്ക് കയറി വന്നത്. സോ ഇവിടെ ആ ഒരു 1 നെക്സ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിലേക്ക് പാസ് ചെയ്തിരിക്കുന്നതായിട്ട് കാണാം. അപ്പോൾ അടുത്ത ക്ലോക്കിൽ, സെക്കൻഡ് ക്ലോക്കിൽ നമുക്ക് കാണാൻ പറ്റുന്നത് 0 1 0 0 ആണ്. വീണ്ടും അടുത്തൊരു ക്ലോക്ക് പൾസ് കൂടി കൊടുത്തു കഴിയുമ്പോൾ ആ 1 വീണ്ടും അടുത്തതിലേക്ക് പാസ് ചെയ്യുന്നതായിട്ട് കാണാം. ഓക്കെ, സോ അവിടെയും ഈ 0 ഇങ്ങോട്ട് കയറി വരുന്നുണ്ട്, ഈ 0 ഇങ്ങോട്ട് പോകും. അപ്പോൾ ഇവിടെ 0 ആയി മാറും. അപ്പോൾ ഇവിടെ 0 ആവും, ഇവിടെ 1 ആയിരുന്നത് ഇങ്ങോട്ട് കയറും. അപ്പോൾ ഇവിടെ 1 ആയി മാറും, പിന്നെ ഇവിടെ 0 തന്നെയാണ്. ഓക്കെ, അപ്പോൾ 0 0 1 0 വരും. ഇനി അതിൻ്റെ അടുത്ത ക്ലോക്ക് പൾസിൽ, ഫോർത്ത് ക്ലോക്ക് പൾസ്, എന്താ സംഭവിക്കുക? ഈ 1 ഇങ്ങോട്ട് വരും, ഈ 0 ഇങ്ങോട്ട് പോകും. അപ്പോൾ ഇവിടെ ഒരു 1 വരും, ഇവിടെ 1 വന്നാൽ ഇവിടെ നമുക്ക് കിട്ടുന്നത് 1 ആണ്. ആ 0 ഇങ്ങോട്ട് കയറി, ഇത് ഓരോന്ന് ഇങ്ങോട്ട് മാറുകയാണ്. സോ ഇവിടെ 0 ആണ്, ഔട്ട്പുട്ട് 0 ആണ്. ഇങ്ങോട്ട് വന്നപ്പോൾ ഇവിടെ 0, ഔട്ട്പുട്ട് 0, ഈ 0 വീണ്ടും ഇങ്ങോട്ട് പാസ് ചെയ്യും. സോ D0 Q2 0, ലാസ്റ്റ് 0 0 0 1. ഇങ്ങനെയാണ് റിംഗ് കൗണ്ടറിൻ്റെ ട്രൂത്ത് ടേബിൾ വരുന്നത്. ഓരോ ക്ലോക്ക് പൾസിനും കറസ്പോണ്ടിങ് ആയിട്ട് ഇങ്ങനെ വരും. അപ്പോൾ ഇത് നെഗഡ്ജ് ക്ലോക്ക് ആയതുകൊണ്ട് ഈ ക്ലോക്ക് ഇങ്ങനെ നിങ്ങൾ ഓരോ തവണ വരയ്ക്കണം എന്നില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് അറിയാനായിട്ട് വരച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ ഇതിൽ സാധാരണ ട്രൂത്ത് ടേബിൾ എഴുതുമ്പോൾ വാല്യൂസ് ഇങ്ങനെയാണ് എഴുതാറ്. ഫസ്റ്റ് നെഗഡ്ജ് ക്ലോക്കാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്, അതുകൊണ്ട് ഡൗൺ ആരോ കൊടുത്തു കഴിഞ്ഞാൽ നെഗഡ്ജ് ക്ലോക്കിന് മീനിങ് വരും 1 0 0 0. നെക്സ്റ്റ് ക്ലോക്ക് പൾസിൽ 0 1 0 0. സോ ദിസ് ഇസ് ദ ട്രൂത്ത് ടേബിൾ. വലിയ ട്രൂത്ത് ടേബിൾ അവർ ചോദിച്ചിട്ടില്ല, പക്ഷെ വർക്കിംഗ് പറയാൻ നേരം നമുക്കൊരു ട്രൂത്ത് ടേബിൾ കൂടി ഉണ്ടെങ്കിൽ ബെറ്ററാണ്. നെക്സ്റ്റ് ക്ലോക്ക് പൾസിൽ 0 0 1 0. അടുത്ത ക്ലോക്ക് പൾസിൽ 0 0 0 1. ഇതാണ് ഇതിൻ്റെ ട്രൂത്ത് ടേബിൾ. ഇനി വർക്കിംഗ് ക്ലിയർ ഇസ് കണക്റ്റഡ് ടു പ്രീസെറ്റ് ഇൻ ഫ്ലിപ്പ് ഫ്ലോപ്പ് 0 ആൻഡ് ഇറ്റ് ഈസ് കണക്റ്റഡ് ടു ക്ലിയർ ഇൻ ഫ്ലിപ്പ് ഫ്ലോപ്പ് 1. നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഫ്ലിപ്പ് ഫ്ലോപ്പ് 2 ആൻഡ് ഫ്ലിപ്പ് ഫ്ലോപ്പ് 3. അപ്പോൾ ക്ലിയർ കണക്ട് ചെയ്തിരിക്കുന്നത് ഏതിലാണെന്ന് ശ്രദ്ധിക്കുക. ഫ്ലിപ്പ് ഫ്ലോപ്പ് 1 2 3യിലാണ്. പ്രീസെറ്റ് കണക്ട് ചെയ്തിരിക്കുന്നത് ഫ്ലിപ്പ് ഫ്ലോപ്പ് 0യിൽ മാത്രമാണ്. ദസ് ഔട്ട്പുട്ട് Q ഈക്വൽ ടു 1 ഇസ് ജനറേറ്റഡ് അറ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പ് 0. സോ പ്രീസെറ്റ് കണക്ട് ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിൽ മാത്രം നമുക്ക് ആദ്യ ക്ലോക്ക് പൾസിൽ ഔട്ട്പുട്ട് കിട്ടുകയാണ്. സോ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് Q ഈക്വൽ ടു 1 ആണ്. ആൻഡ് ദ റീസെറ്റ് ആൻഡ് ദ റെസ്റ്റ് ഓഫ് ദി ഫ്ലിപ്പ് ഫ്ലോപ്പ് ജനറേറ്റ്സ് ഔട്ട്പുട്ട് Q ഈക്വൽ ടു 0. ബാക്കിയുള്ളതിലെല്ലാം നമ്മൾ ക്ലിയറിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നതുകൊണ്ട് തന്നെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 0 ആണ്. ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിൽ മാത്രം പ്രീസെറ്റ് ചെയ്തിരിക്കുന്നതുകൊണ്ട് ഔട്ട്പുട്ട് 1 ആണ്. Then this output Q equal to 1 at flip flop 0 is known as preset 1, which is used to form the ring in the ring counter. അങ്ങനെ അതൊരു റിങ് ഫോം ചെയ്യുന്നു. അടുത്ത ഓരോ ക്ലോക്ക് പൾസിനനുസരിച്ചിട്ട് ആ 1 പാസ് ചെയ്ത് പോകുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു സീക്വൻസ് ആണ് നമുക്ക് കിട്ടുന്നത്. Design a divide by 2n circuit using n number of flip flops and draw the truth table and waveforms. അപ്പോൾ ഇവിടെ ഡിവൈഡ് ബൈ 2n സർക്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജോൺസൺ കൗണ്ടർ ആണ്. സോ ജോൺസൺ കൗണ്ടർ യൂസിങ് n നമ്പർ ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്സ് ആണ്. അവർ മെൻഷൻ ചെയ്തിട്ടില്ല n എത്രയാണെന്ന്. അപ്പോൾ നമുക്ക് n എത്ര വേണമെങ്കിലും ഡിസൈഡ് ചെയ്യാം. ഡ്രോ ദ ട്രൂത്ത് ടേബിൾ ആൻഡ് വേവ് ഫോംസ്. ഒരു സർക്യൂട്ട് ഡയഗ്രാം ഓഫ് ജോൺസൺ കൗണ്ടർ വേണം, അതിൻ്റെ കറസ്പോണ്ടിങ് ട്രൂത്ത് ടേബിൾ വേണം, വേവ് ഫോംസ് വേണം. അപ്പോൾ അതിന് 7 മാർക്കാണുള്ളത്. അപ്പോൾ ഇതിൽ വർക്കിംഗ് ഓഫ് ട്വിസ്റ്റഡ് റിംഗ് കൗണ്ടർ അല്ലെങ്കിൽ ജോൺസൺ കൗണ്ടർ. ഡിവൈഡ് ബൈ 2n കൗണ്ടറിന് ഉള്ള മറ്റ് പേരുകളാണ്. ഒന്ന് ജോൺസൺ കൗണ്ടർ എന്ന് അതിനെ വിളിക്കാം, അതുപോലെ ട്വിസ്റ്റഡ് റിംഗ് കൗണ്ടർ എന്ന് നമുക്ക് വിളിക്കാം. അപ്പോൾ നേരത്തെ റിംഗ് കൗണ്ടറിൽ നമ്മൾ കണ്ടിരുന്നു ഔട്ട്പുട്ടായ ക്യൂവിൽ നിന്നാണ്, ലാസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ക്യൂവിൽ നിന്നാണ് നമ്മളെടുത്ത് ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഇൻപുട്ടിലേക്ക് കണക്ട് ചെയ്യുന്നത്. അത് അതേസമയം ക്യൂ ബാറിൽ നിന്ന് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ട്വിസ്റ്റഡ് ആയിട്ട് മാറും. അപ്പോൾ അങ്ങനെയാണ് അതിന് ട്വിസ്റ്റഡ് റിംഗ് കൗണ്ടർ എന്ന് വിളിക്കുന്നത്. അതിന് 2 മാർക്കാണുള്ളത്. ഇനി ട്രൂത്ത് ടേബിൾ 1 മാർക്ക്, സർക്യൂട്ട് 2 മാർക്ക്, ടൈമിംഗ് ഡയഗ്രാം 2 മാർക്ക്. അപ്പോൾ അങ്ങനെ മൊത്തം 7 മാർക്കാണുള്ളത്. ഇനി ഇതാണതിൻ്റെ ഡയഗ്രാം. ഓക്കെ,
സോ ഈ 2n സർക്യൂട്ടിൻ്റെ കൗണ്ടറിൻ്റെ 2 മാർക്ക് ഉള്ളത് അതിൻ്റെ വർക്കിങ്ങിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ വർക്കിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ഡയഗ്രാം വെച്ചിട്ട് നമുക്ക് പറഞ്ഞാൽ എളുപ്പമുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ട്വിസ്റ്റഡ് റിംഗ് കൗണ്ടർ. ഇതിൻ്റെ വേറൊരു പേരാണ് ട്വിസ്റ്റഡ് റിംഗ് കൗണ്ടർ എന്നുള്ളത്. ഇതിന് വാക്കിംഗ് റിംഗ് കൗണ്ടർ എന്നും ജോൺസൺ കൗണ്ടർ എന്നും പേരുണ്ട്. ഇതൊക്കെയാണ് അതിൻ്റെ മറ്റു പല പേരുകൾ. ശ്രദ്ധിച്ച് നോട്ട് ചെയ്ത് വെക്കുക. ഇറ്റ് കണക്ട്സ് ദി കോംപ്ലിമെൻറ്റ് ഓഫ് ദി ഔട്ട്പുട്ട് ഓഫ് ദി ലാസ്റ്റ് ഷിഫ്റ്റ് രജിസ്റ്റർ ടു ദി ഇൻപുട്ട് ഓഫ് ദി ഫസ്റ്റ് ഷിഫ്റ്റ് രജിസ്റ്റർ ആൻഡ് സർക്കുലേറ്റ്സ് എ സ്ട്രീം ഓഫ് വൺസ് ഫോളോഡ് ബൈ സീറോസ് അറൗണ്ട് ദി റിംഗ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് ഷിഫ്റ്റ് രജിസ്റ്റർ എന്ന് ഉദ്ദേശിക്കുന്നത് ലാസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പ്. ആ ലാസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിൽ നമുക്ക് കിട്ടിയ ഔട്ട്പുട്ട് എന്തായിരുന്നാലും, ഇത് 0 ആണെങ്കിലും 1 ആണെങ്കിലും, അതിൻ്റെ കോംപ്ലിമെൻ്റ് എന്താണോ ആ കോംപ്ലിമെൻറ്റിനെ ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിലെ ഇൻപുട്ടായിട്ട് അത് കണക്ട് ചെയ്യുന്നു. എന്നിട്ട് അതൊരു സ്ട്രീമായിട്ട് കണക്ട് ചെയ്ത് പോകുന്നു. അപ്പോൾ അതായത് ഇപ്പോൾ ഫസ്റ്റ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഒരു 0 ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ കോംപ്ലിമെൻറ്റ് 1 ആയിരിക്കും. ആ 1 എടുത്ത് ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിലേക്ക് കൊടുത്താൽ ഇനി അടുത്ത ക്ലോക്കിൽ ആ 1 സർക്കുലേറ്റ് ചെയ്തല്ല പോകുന്നത്, ആ 1നെ നമുക്ക് സ്പ്രെഡ് ചെയ്താണ് പോകുന്നത്. സ്ട്രീം ഓഫ് വൺസ് ആയിട്ട് പിന്നെ വരുന്ന എല്ലാ ഔട്ട്പുട്ടുകളിലേക്കും ആ 1നെ നമ്മൾ ഫോളോ ചെയ്തങ്ങ് പോകും, സ്ട്രീമായിട്ട് കൊണ്ടുപോകും. അപ്പോൾ അതാണ് അതിൻ്റെ പ്രത്യേകത. ബൈ സീറോസ് അറൗണ്ട് ദ റിംഗ്. ഹിയർ വി യൂസ് ക്ലോക്ക് ഫോർ ഓൾ ദി ഫ്ലിപ്പ് ഫ്ലോപ്സ്. എല്ലാത്തിലും നമ്മൾ ക്ലോക്ക് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെയും ഡയഗ്രത്തിൽ നമുക്ക് കാണാം, സ്റ്റേറ്റ് ഡയഗ്രത്തിൽ ഓരോ ഇൻപുട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ക്ലോക്ക് കൊടുത്തിട്ടാണ് അടുത്ത സ്റ്റേറ്റിലേക്ക് പോകുന്നത്. അപ്പോൾ ഇത് ഫസ്റ്റ് 000 എന്ന് പറഞ്ഞിട്ട് നമ്മൾ 000 എന്ന് പറഞ്ഞിട്ട് നമ്മൾ ക്ലോക്ക് കൊടുത്തിട്ടാണ് അടുത്തതിലേക്ക് പോകുന്നത്. ഓക്കെ, then we use clock for all the flip-flops. In a Johnson counter the number of states is equal to 2n. 2n ആണ് അതിൻ്റെ നമ്പർ ഓഫ് സ്റ്റേറ്റ്സ്. n എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്സ് ആണ്. അപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്ന നമ്പർ ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്സ് എത്രയാണോ അത് ഇൻറ്റു 2 ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ യൂസ് ചെയ്യുന്നത് നാല് സ്റ്റേറ്റ്സ് ആണ്. ഓക്കെ, 4 സ്റ്റേറ്റ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്കതിൻ്റെ ട്രൂത്ത് ടേബിൾ നോക്കാം. സോ ട്രൂത്ത് ടേബിൾ നോക്കുമ്പോൾ ഇവിടുത്തെ സ്റ്റേറ്റ് ഡയഗ്രത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും 0001. അതായത് ഇവിടെ ഫസ്റ്റ് നമുക്ക് 1 ആണ് വന്നിരിക്കുന്നത്. ആ 1നെ ഇവിടെ വന്നിരിക്കുന്ന 1നെ നമ്മൾ ഈ ഒരു ഡയറക്ഷനിൽ നോക്കിക്കഴിഞ്ഞാൽ 1 ഒരു സൈഡിൽ നിന്ന് സ്പ്രെഡായിട്ട് പോകുന്നതായിട്ട് കാണാം. നേരെ തിരിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, റിവേഴ്സ് ഓർഡറിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതെങ്ങനെയാണ് പോകുന്നത്? ഇതിപ്പോൾ തിരിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ 0, അടുത്തത് 4 0 ആയി, പിന്നത് 1000 ആയി, 1100 ആയി, 1110 ആയി, 1111 ആയി. അതായത് ഇനീഷ്യലി നമുക്കിവിടെ ഉള്ളത് 0000 ആണ്. ഓക്കെ, ഇനി അതിൽ ആദ്യത്തെ 1, അതായത് ആദ്യത്തെ ഫ്ലിപ്പ് ഫ്ലോപ്പ് നമ്മൾ 1 ആക്കി സെറ്റ് ചെയ്തു. ഓക്കെ, ഇവിടെ 1 ആക്കി സെറ്റ് ചെയ്തു. അതെങ്ങനെയാണ്? ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന ലാസ്റ്റ് ബിറ്റ്. ഓക്കെ, ആ ലാസ്റ്റ് ബിറ്റ് എന്ന് പറയുന്നത് ഇവിടെ ട്രൂത്ത് ടേബിളിൽ Q3 Q2 Q1 Q0 ആണ് നമ്മൾ ഓർഡർ ഫോളോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെയും നമുക്ക് Q3 Q2 Q1 Q0 എന്ന് പറയാം. സോ Q0ൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടോഗിൾഡ് ഔട്ട്പുട്ട് Q0 ബാർ എന്ന് പറയുന്നത് എന്താണ്? അവിടെ 1 ആണ്. ആ 1 തിരിച്ചെടുത്ത് Q3യിലേക്ക് കണക്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് 1 കിട്ടും. ബാക്കിയെല്ലാം 0000 ആണ്. ഇനി അടുത്ത ക്ലോക്കിൽ എന്താ സംഭവിക്കുന്നത്? ഇപ്പോൾ ഒരു ക്ലോക്ക് കൊടുത്തു കഴിയുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. അടുത്ത ക്ലോക്കിൽ ഈ 1 വീണ്ടും അടുത്തതിലേക്ക് കൂടി സ്പ്രെഡ് ചെയ്യുകയാണ്. സോ 11, അടുത്ത 2 ബിറ്റ് 00. ഇനി നെക്സ്റ്റ് ക്ലോക്കിൽ നമുക്ക് കാണാം 1110 ആണ്. ഇനി അടുത്ത ക്ലോക്കിൽ എല്ലാം 1 ആണ്. അതിനുശേഷം ഈ 1 എന്ന് പറയുന്നത്, അതായത് Q3 Q2 Q1 Q0ൽ Q0 ബാർ എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ 1 ആണ്. ഓക്കെ, Q0 ബാർ എന്ന് പറയുന്നത് ഇതിൻ്റെ ടോഗിൾഡ് ആണ്. സോ 0 ആണ്. സോ 1 ആണ് ഇവിടെ Q0 ബാർ എന്ന് പറയുന്നത് 0 ആണ്. ആ 0 ഇവിടേക്ക് കൊടുത്തു ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഇൻപുട്ടിലേക്ക്. സോ 0111 വന്നു, പിന്നെ 0011 വന്നു, 0001 വന്നു. അങ്ങനെ സ്പ്രെഡ് ചെയ്ത് പോവാണ്. ലാസ്റ്റ് എല്ലാം 0 ആയി. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഡയഗ്രാം എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൻ്റെ സ്റ്റേറ്റ് ഡയഗ്രാം ആണ്. ഇനി ഇതിൻ്റെ ട്രൂത്ത് ടേബിൾ നോക്കാം. സോ ട്രൂത്ത് ടേബിളിൽ ഇവിടെയും ക്ലിയർ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്, അതേപോലെ ക്ലോക്കും കൊടുത്തിട്ടുണ്ട്. സോ ക്ലിയർ ഇവിടെ എങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്? ആക്റ്റീവ് ലോ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ അതുപോലെ ക്ലോക്ക് നമ്മളിവിടെ
നെഗഡ്ജ് ക്ലോക്ക് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്, ഒരു ഡൗൺ ആരോ കൊടുത്തിരിക്കുന്നത്. Q3, Q2, Q1, Q0 എന്ന് പറയുന്നതിൻ്റെ സ്റ്റേറ്റ്സ് ആണ്, സ്റ്റേറ്റ് നമ്പറാണ് കാണിച്ചിരിക്കുന്നത്. ഫസ്റ്റ് 0000 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് സ്റ്റേറ്റ്, സെക്കൻഡ് സ്റ്റേറ്റ്, അങ്ങനെ നമുക്ക് 8 സ്റ്റേറ്റ്സ് കഴിഞ്ഞിട്ട് വീണ്ടും ഫസ്റ്റ് സ്റ്റേറ്റിലേക്ക് പോവുകയാണ്. ഓക്കെ, സോ 0000 എന്ന് പറഞ്ഞാൽ ഡെസിമൽ ഈക്വലൻറ്റ് 0 ആണ്. അതിനുശേഷം ഫസ്റ്റ് ഇവിടെ ഫ്ലിപ്പ് ഫ്ലോപ്സ് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയുള്ള ഫ്ലിപ്പ് ഫ്ലോപ്പിലാണ് ചേഞ്ച് ഇപ്പോൾ വരുത്തിയിരിക്കുന്നത് Q0, അതിൽ 1 വന്നു. ഏത് ഫ്ലിപ്പ് ഫ്ലോപ്പിലാണോ 1 വരുന്നത് ആ 1 തൊട്ടടുത്തുള്ള ഫ്ലിപ്പ് ഫ്ലോപ്പിലേക്ക് കൂടി പാസ് ചെയ്യും. സോ ഇവിടെ 1 ആണെന്നുണ്ടെങ്കിൽ ഇവിടെ 1 വന്നു, തൊട്ടടുത്ത സീക്വൻസിൽ 1 വന്നു, പിന്നെ 1 വന്നു. പിന്നെ എവിടെ നിന്നാണോ ആ ചേഞ്ച് സ്റ്റാർട്ട് ചെയ്തത് അവിടെ തന്നെ വീണ്ടും പഴയ പോലെ 0 ഫിൽ ചെയ്ത് പോവാം. അപ്പോൾ ഇവിടെ 1 വന്നു കഴിഞ്ഞാൽ ഇവിടെ ആ 1 സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ ആയിരുന്നു, അപ്പോൾ അവിടെ നമ്മൾ 0 ഇട്ടു, ബാക്കിയൊക്കെ 1 ആണ്. നെക്സ്റ്റ് സ്റ്റേറ്റ് വരുമ്പോൾ 2 0 1 1, അടുത്തത് വരുമ്പോൾ 3 0 1, പിന്നെ 4 zeros, ഇങ്ങനെ എഴുതി പോകുന്നത്. അപ്പോൾ ഇതിൽ ഡെസിമൽ ഈക്വലൻ്റ് ആയിട്ടുള്ള നമ്പർ ഇവിടെ എഴുതിയിട്ടുണ്ട്. സോ ഇവിടെ 0000 എന്ന് പറഞ്ഞാൽ 0 ആണ്, 0001 എന്ന് പറഞ്ഞാൽ 1 ആണ്, 0011 എന്ന് പറഞ്ഞാൽ 3 ആണ്, 0111 എന്ന് പറയുന്നത് 7 ആണ്, 4 ones എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 15 ആണ്. അതെങ്ങനെ എഴുതുന്നത് നമുക്കറിയാം, 8421 വെച്ചിട്ട് നമ്മൾ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ അടുത്തത് 1110 8 + 4 12 ആണ്, 12 + 2 എന്ന് പറയുന്നത് 14 ആണ്. സോ അങ്ങനെ 14 കിട്ടി. അടുത്തത് 1100 12 ആണ്, 1000 8 ആണ്, 0000 0 ആണ്. അങ്ങനെയാണ് നമുക്ക് അതിൻ്റെ കോമ്പിനേഷൻസ് കിട്ടിയത്. ഇനി ഇതിൻ്റെ കൗണ്ടർ സർക്യൂട്ട് നോക്കാം. ജോൺസൺ കൗണ്ടറിൻ്റെ ട്വിസ്റ്റഡ് റിംഗ് കൗണ്ടർ ആണെന്ന് പറഞ്ഞു. സോ ഈ സർക്യൂട്ട് ഡയഗ്രത്തിൽ നിങ്ങൾക്ക് കാണാം 4 ഫ്ലിപ്പ് ഫ്ലോപ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. ഈ 4 ഫ്ലിപ്പ് ഫ്ലോപ്സിലും D ഫ്ലിപ്പ് ഫ്ലോപ്പാണ് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത്, D0, D1, D2, D3. അപ്പോൾ അതൊരു സിങ്ക്രോണസ് കൗണ്ടർ സർക്യൂട്ടുമാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ നെഗഡ്ജ് ക്ലോക്കുകളെല്ലാം തന്നെ കോമൺ ആയിട്ട് ക്ലോക്കിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് എന്താണ്, ആക്റ്റീവ് ലോ ആയിട്ടുള്ള ക്ലിയർ പിൻ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. സോ ക്ലിയറിലേക്ക് കോമൺ ആയിട്ട് എല്ലാ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെയും ക്ലിയർ എടുത്ത് കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഓരോ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെയും കറസ്പോണ്ടിങ് ഔട്ട്പുട്ട് നെക്സ്റ്റ് സ്റ്റേറ്റ്, അതായത് നെക്സ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഇൻപുട്ടിലേക്കാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. സോ Q0 D1ലേക്ക്, Q1 D2ലേക്ക്, Q2 D3യിലേക്ക്. പിന്നെ ഇത് ട്വിസ്റ്റഡ് റിംഗ് കൗണ്ടർ ആണെന്ന് നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ലാസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ നെഗേറ്റഡ് ഔട്ട്പുട്ട് അല്ലെങ്കിൽ ടോഗിൾഡ് ഔട്ട്പുട്ടാണ് എടുത്ത് ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഇൻപുട്ടിലേക്ക് കൊടുക്കേണ്ടത്. അതുകൊണ്ട് തന്നെ Q3യുടെ കറസ്പോണ്ടിങ് Q3 ബാറിനെയാണ് നമ്മളെടുത്ത് കണക്ഷൻ കൊടുത്ത് D0ലേക്ക് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, സോ വളരെ സിമ്പിളായിട്ടുള്ള സർക്യൂട്ട് ഡയഗ്രമാണ്. അതിൻ്റെ ട്രൂത്ത് ടേബിളും വളരെ എളുപ്പമാണ് ചെയ്യാനായിട്ട്. സുഖമായിട്ട് അത്രയും മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ വേവ് ഫോംസ് ചോദിച്ചിട്ടുണ്ട്. സോ ഇവിടെ നമ്മൾ ക്ലിയർ ഇനീഷ്യലി കൊടുക്കുന്നത് കൊണ്ടാണ് ആക്റ്റീവ് ലോ ആയിട്ട് ഇത് 0 ആണത് ക്ലിയർ എന്ന് കാണിച്ചിരിക്കുന്നത്. ഇത് ലോജിക് 1ഉം ലോജിക് 0യും. പിന്നെ ക്ലോക്ക് നമ്മൾ നെഗഡ്ജ് ക്ലോക്ക് കൊടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ ഒരു പെർട്ടിക്കുലർ ക്ലോക്ക് നമ്മൾ വരച്ച് കഴിഞ്ഞാൽ അതിൻ്റെ റൈസിങ് എഡ്ജും ഉണ്ട്, ട്രെയിലിംഗ് എഡ്ജും ഉണ്ട്. സോ ട്രെയിലിംഗ് എഡ്ജിൽ നമ്മൾ ആരോ ഫിക്സ് ചെയ്യാം. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതൊരു നെഗഡ്ജ് ക്ലോക്കാണ്. റൈസിങ് എഡ്ജിൽ കൊടുക്കുന്നത് എപ്പോഴും പോസിറ്റീവ് ക്ലോക്കിലാണ്. ഓക്കെ, അപ്പോൾ ക്ലോക്ക് ത്രൂ ഔട്ട് കൊടുത്തു. ഇനി ഫസ്റ്റ് Q0 നമുക്ക് നോക്കാം. സോ Q0 ഇവിടെ ഫസ്റ്റ് നെഗഡ്ജിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ ക്ലിയർ 0 ആയിരിക്കുമ്പോൾ എല്ലാത്തിലും എല്ലാ ഫ്ലിപ്പ് ഫ്ലോപ്പിലും ഔട്ട്പുട്ട് എന്ത് തന്നെയായിരിക്കും, 0 ആയിരിക്കും. അതുകൊണ്ടാണിത് 0. ഇതെന്ന് പറയുന്നത് ലോജിക് 1 ആണ്. ഇതെല്ലാത്തിൻ്റെയും 0 1 0 1 എന്ന രീതിയിലാണ് പൾസ് കൊടുത്തിരിക്കുന്നത്. സോ Q0 0യിൽ നിന്നും സ്റ്റാർട്ട് ചെയ്ത് ഫസ്റ്റ് നെഗഡ്ജ് വന്നു കഴിയുമ്പോൾ ക്ലിയർ ഇവിടെ നമ്മൾ 1 ആക്കി വെച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ അത് 1ലേക്കായി. ഓക്കെ, കാരണം നമുക്കറിയാം ആ ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പ് നോക്കിക്കഴിഞ്ഞാൽ ആദ്യത്തെ വാല്യൂ എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് കാണാം. ആദ്യത്തെ വാല്യൂ എന്ന് പറയുന്നത് ഇവിടെ എന്താണ് വരേണ്ടത്, 1 ആണ് വരേണ്ടത്. അപ്പോൾ ആദ്യത്തെ വാല്യൂ നമുക്ക് ഇവിടെ 0 ആണെന്ന് വിചാരിക്കുക. ഫസ്റ്റ് റീസെറ്റ് ആയിരുന്ന സമയത്ത് എല്ലാം 0 ആയിരുന്നു. ഓക്കെ, ആയിരുന്ന സമയത്ത് ഇവിടെ എന്താ വരിക, 1 ആണ് വരുന്നത്. ആ 1 കയറി ഇവിടെ വന്നു. അപ്പോൾ ആ 1 വന്നത് കൊണ്ട് തന്നെ ഫസ്റ്റ് നെഗഡ്ജിൽ നമുക്ക് ഇവിടെ 1 വന്നു. അപ്പോൾ ആ 1 ഒരു ഇത്രയും ക്ലോക്ക് പൾസിലേക്ക് ഇത്രയും ക്ലോക്ക് പൾസ് മീൻസ് അടുത്ത 4 ക്ലോക്ക് പൾസിൽ ആ 1 തന്നെയാണ് Q0. വേറെ വ്യത്യാസമൊന്നുമില്ല. അടുത്ത ക്ലോക്ക് പൾസിലെല്ലാം 1 ആണ്. നമുക്ക് നോക്കാം, എക്സ്പ്ലെയിൻ ചെയ്യാം വർക്കിംഗ് എങ്ങനെയാണെന്ന് വെച്ചാൽ. വർക്ക് ഇന്ന് പറഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും എങ്ങനെയാണ് ത്രൂ ഔട്ട് അതിൽ 1 തന്നെ വരുന്നതെന്ന്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ഒരു
ഇത്രയും പോർഷൻ നോക്കുക. അവിടെ അത് 1 ആണെന്ന് നമുക്കറിയാം, അത്രയും ഇപ്പോൾ നമുക്ക് അറിയുള്ളൂ. അതിനുശേഷം Q1 എന്തായിരിക്കും? Q1 അപ്പോൾ 0 തന്നെയായിരിക്കും. കാരണം ഈ സർക്യൂട്ടിൽ നമുക്കറിയാം ഇവിടെ 1 വന്ന് അടുത്ത ക്ലോക്ക് പൾസിൽ ഇതിലേക്ക് 1 പാസ് ചെയ്യാണ്. അപ്പോൾ ആ സമയത്ത് ബാക്കി എന്താണ്? 0 തന്നെയാണ്. സോ അതുകൊണ്ട് ബാക്കിയെല്ലാം 0 തന്നെയാണ് വാല്യൂ. ഇവിടെ എല്ലാം 0 തന്നെ വരയ്ക്കുക. അപ്പോൾ പറ്റുമെങ്കിൽ ഇവിടെ ഒരു ഡോട്ടഡ് ലൈൻ കൊടുത്ത് വരച്ചാൽ കുറച്ചുകൂടി എളുപ്പമുണ്ടാവും. ഇനി അടുത്ത ക്ലോക്ക് പൾസ് നോക്കുക. അടുത്ത ക്ലോക്ക് പൾസിൽ ആ 1 എങ്ങോട്ട് പാസ് ചെയ്യും? തൊട്ടടുത്ത ഫ്ലിപ്പ് ഫ്ലോപ്പിലേക്ക് പാസ് ചെയ്യും. അപ്പോൾ അത് 1 ആകും. ബട്ട് സ്റ്റിൽ Q2 Q3 എന്തായിരിക്കും? 0 തന്നെയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അടുത്ത കംപ്ലീറ്റ് ക്ലോക്ക് പൾസ്, അത് ഒരു നെഗ് എഡ്ജിൽ നിന്നും അടുത്ത നെഗ് എഡ്ജ് വരെയുള്ള പോർഷൻ, അതിൽ ത്രൂ ഔട്ട് ഇത് 1 ആയിരിക്കും. ഓൾറെഡി ഉള്ള 1 ആയി തന്നെ നിൽക്കുകയാണ്. ബാക്കിയെല്ലാം 0 ആയിരിക്കും. ഇനി അതിൻ്റെ അടുത്ത ക്ലോക്ക് പൾസിൽ നോക്കൂ. അതിൻ്റെ അടുത്ത ക്ലോക്ക് പൾസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പും എന്തായി? 1 ആയി മാറുകയാണ്. ഓക്കെ, അത് എൻഡ് ചെയ്യുന്നത് വരെ, ഇത് സ്റ്റാർട്ട് ചെയ്തത് എൻഡ് ചെയ്യുന്നത് വരെ 1 ആയി മാറുകയാണ്. ലാസ്റ്റുള്ള ഫ്ലിപ്പ് ഫ്ലോപ്പ് മാത്രം അപ്പോഴും 0 തന്നെയാണ്. ഇനി അതിൻ്റെ അടുത്ത ക്ലോക്ക് പൾസ് നോക്കിക്കഴിഞ്ഞാൽ ഓൾറെഡി ഉള്ളത് എല്ലാം 1 ആയി തന്നെ നിൽക്കുന്നു. ലാസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പും 1 ആയ ശേഷം മാത്രമാണ് പിന്നീട് എന്ത് സംഭവിക്കുന്നത്? എങ്ങനെയാണോ 1 സ്പ്രെഡ് ചെയ്ത് പോയത് അതേപോലെ തന്നെ സീക്വൻസ് ഓഫ് സീറോസ് വരും. ഫസ്റ്റ് ഇനി അടുത്ത ക്ലോക്കിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ആദ്യം 1 ആയ Q0 0 ആയി മാറി. അപ്പോഴും Q1 കുറച്ച് ഡിലേഡ് ആയിട്ടല്ലേ വന്നത്. അപ്പോൾ അത്രയും ഡിലേ തന്നെ അത് നെക്സ്റ്റ് ഔട്ട്പുട്ടിലും കാണിക്കും. അപ്പോൾ അത് 1 തന്നെയാണ്, ഇത് 1 തന്നെയാണ്, താഴത്തതും 1 തന്നെയാണ്. അടുത്ത ക്ലോക്കിലോ ആ 0 ഉള്ളത് അത് റീറ്റെയിൻ ചെയ്യുന്നു. പക്ഷെ Q1 അപ്പോഴേക്കും 1 ആയി മാറി. Q2 Q3 0 തന്നെയാണ്. നെക്സ്റ്റ് ക്ലോക്ക് പൾസ് നോക്കിക്കഴിഞ്ഞാൽ അവിടെ Q2 0 ആയി മാറി, Q3 സ്റ്റിൽ അപ്പോൾ 1 ആണ്. ലാസ്റ്റ് ക്ലോക്ക് പൾസിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ Q3 ഉൾപ്പെടെ എല്ലാം 0 ആണ്. അപ്പോൾ അങ്ങനെ 1ൻ്റെ ഒരു സീക്വൻസ് സ്പ്രെഡ് ചെയ്ത് അത് കഴിഞ്ഞിട്ട് 0യുടെ സീക്വൻസ് സ്പ്രെഡ് ചെയ്ത് പോകുന്നു. ഓക്കെ, ഇത്രയേ ഉള്ളൂ ജോൺസൺ കൗണ്ടറിൻ്റെ വർക്കിംഗ്. സിമ്പിളായിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് മാർക്ക് വാങ്ങിക്കാവുന്നതാണ്. Next is, what is race around condition related to JK flip-flop? Explain how to eliminate the problem. റിപ്പീറ്റഡ് ആയിട്ട് എക്സാമിന് ചോദിക്കാറുള്ള വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് JK ഫ്ലിപ്പ്-ഫ്ലോപ്പിൻ്റെ റേസ് അറൗണ്ട് കണ്ടീഷൻ എങ്ങനെയാണ് ഇത് എലിമിനേറ്റ് ചെയ്യുന്നത്. 7 മാർക്കുള്ള ക്വസ്റ്റ്യൻ ആണിത്. അപ്പോൾ അതിൽ ഇങ്ങനെയാണ് മാർക്ക് സ്പ്ലിറ്റിംഗ്. റേസ് അറൗണ്ട് കണ്ടീഷൻ എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് 3 മാർക്കാണ്. അതിൻ്റെ സൊല്യൂഷൻ 1 മാർക്കാണ്. ദെൻ അതിൻ്റെ സൊല്യൂഷൻ ആയിട്ടുള്ള മാസ്റ്റർ സ്ലേവ് ഫ്ലിപ്പ്-ഫ്ലോപ്പ് അതിൻ്റെ എക്സ്പ്ലനേഷന് 3 മാർക്കാണ്. ആ 3 മാർക്കിൽ തന്നെ അതിൻ്റെ ഡയഗ്രത്തിന് 1 മാർക്കും എക്സ്പ്ലനേഷന് 2 മാർക്കുമാണ്. അപ്പോൾ ഇങ്ങനെ കറക്റ്റായിട്ടുള്ള മാർക്ക് സ്പ്ലിറ്റിങ് എക്സാമിന് പ്രോപ്പറായിട്ട് ഇവാലുവേറ്റേഴ്സിന് അങ്ങനെ ഒരു സ്കീം കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പോൾ ഒരു JK ഫ്ലിപ്പ്-ഫ്ലോപ്പിൻ്റെ റീസണും കണ്ടീഷനും അറിയാമെന്നുണ്ടെങ്കിൽ അത് ഒത്തിരി എഴുതി വെച്ചാലും നിങ്ങൾക്ക് ആകെ കിട്ടുന്നത് അതിന് 3 മാർക്കാണ്. ഓക്കെ, അതിപ്പോൾ ഒരു പേജ് എഴുതിയാലും 3 പേജ് എഴുതിയാലും അതിന് 3 മാർക്കിൽ കൂടുതലൊന്നും പ്രൊവൈഡ് ചെയ്യില്ല. അതുകൊണ്ട് തന്നെ ആവശ്യമുള്ള പോയിന്റ്സ് 3 മാർക്കിന് വേണ്ടത് അത്രയും തന്നെ എഴുതിയാൽ മതി. ജനറലി ഒരു 7 മാർക്ക് അല്ലെങ്കിൽ 6 മാർക്കൊക്കെ ഉള്ളൊരു ക്വസ്റ്റ്യന് 2 സബ് ക്വസ്റ്റ്യൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ സാധാരണ രീതിയിലെല്ലാം അത് ഈക്വലായിട്ടാണ് സ്പ്ലിറ്റ് ചെയ്ത് ചോദിക്കാറുള്ളത്. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ വായിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഉടനടി ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഇതുപോലെ നമ്മൾ കണ്ടു നോക്കിയാലാണ് നമുക്ക് പിടികിട്ടുള്ളൂ എത്ര മാർക്ക് ഡിവിഷനാണ് സാധാരണ വരണേന്നുള്ളത്. ഓക്കെ, സോ ഫസ്റ്റ് നമുക്ക് JK ഫ്ലിപ്പ്-ഫ്ലോപ്പ് നോക്കാം. സോ JK ഫ്ലിപ്പ്-ഫ്ലോപ്പ് ഇതാണ് അതിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം. സോ JK ഫ്ലിപ്പ്-ഫ്ലോപ്പ് യൂസിങ് NAND ഗേറ്റ് ആണ്. സോ ഇവിടെ 4 NAND ഗേറ്റ്സ് ആണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. സർക്യൂട്ട് ഇങ്ങനെയാണ്. 4 NAND ഗേറ്റ്സ് വരയ്ക്കുക. ക്ലോക്കാണ് കോമൺ. പിന്നെ ഇവിടെ നിന്നുള്ള കണക്ഷൻ, ഇവിടെ നമുക്ക് ക്യൂ ബാർ ആണുള്ളത്. ഇങ്ങനെ 2 കണക്ഷൻ ഉണ്ട്. അതിനുശേഷം ഇവിടേക്ക് കണക്ട് ചെയ്യുക. ഇവിടെ നിന്നും
ഇവിടേക്ക് കണക്ട് ചെയ്യാം. ഇത്രയാണ് ഇതിൻ്റെ സർക്യൂട്ട്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് JK ആണ് നമുക്കിവിടെ ഉള്ളത്. അപ്പോൾ JK ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ 4 ഗേറ്റ്സ് വെച്ചിട്ടുള്ള സർക്യൂട്ട് നമ്മൾ വരച്ചു കഴിഞ്ഞു. ഇതാണ് അതിൻ്റെ സിംബോളിക് റെപ്രസെൻറ്റേഷൻ. ഓക്കെ, ലോജിക് ഡയഗ്രാം റെപ്രസെൻറ്റേഷനാണിത്. JK ഫ്ലിപ്പ് ഫ്ലോപ്പ് Jയും Kയും 2 ഇൻപുട്സാണ്. ഇവിടെ ഒരു ക്ലോക്ക് ഉണ്ട്, പോസെഡ്ജ് ക്ലോക്കാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സോ ഈ ക്ലോക്ക് പോസെഡ്ജ് ആണെന്ന് കാണിക്കാനാണ് ഇങ്ങനെ ഇവിടെ ഒരു ആരോ കൊടുത്തിരിക്കുന്നത്. Qയും Q ബാറുമാണ് അതിൻ്റെ ഔട്ട്പുട്ട്. ഇനി ഇതിൻ്റെ വർക്കിംഗ് നോക്കാം. ഫോർ JK ഫ്ലിപ്പ് ഫ്ലോപ്പ് J equal to K equal to 1 and if clock equal to 1 for a long period of time, then output Q will toggle as long as clock remains high, which makes the output unstable or uncertain. അപ്പോൾ ഇവിടെ ഒരു JK ഫ്ലിപ്പ് ഫ്ലോപ്പിൽ റേസ് അറൗണ്ട് കണ്ടീഷനാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ JK ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഫുൾ ഫംഗ്ഷനിങ് ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. JK ഫ്ലിപ്പ് ഫ്ലോപ്പിൽ റേസ് അറൗണ്ട് കണ്ടീഷൻ വരുന്നത് എപ്പോഴാണ്? ടോഗിൾ മോഡിലാണ്, അതായത് Jയും Kയും 1 ആയിരിക്കുന്ന സമയത്താണ്. സോ Jയും Kയും 1 ആണെന്നുണ്ടെങ്കിൽ ക്ലോക്ക് ഇവിടെ 1 ആണെന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? ഇവിടെ പോസിറ്റീവ് ക്ലോക്കാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ക്ലോക്ക് 1ഉം Jയും Kയും 1 ആണെന്നുണ്ടെങ്കിൽ ഫോർ എ ലോങ് പീരീഡ് ഓഫ് ടൈം, കുറേ നേരത്തേക്ക് നമ്മൾ അങ്ങനെ ആ ഒരു പെർട്ടിക്കുലർ സ്റ്റേറ്റ് കൊടുക്കുകയാണെങ്കിൽ ഔട്ട്പുട്ട് വിൽ ടോഗിൾ ആസ് ലോങ് ആസ് ക്ലോക്ക് റിമെയിൻസ് ഹൈ. ക്ലോക്ക് എത്ര നേരം ഹൈ ആയിരിക്കുന്നു അത്രയും നേരം നിങ്ങളുടെ ഔട്ട്പുട്ട് ടോഗിൾ ചെയ്തുകൊണ്ടേയിരിക്കും. അതായത് ഇവിടെ Q കിട്ടുന്നത് 0 ആണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് അടുത്ത ക്ലോക്കിനത് 1 ആകും, 0 ആകും, 1 ആകും, അങ്ങനെ മാറി മാറി 0, 1 ഈ ഔട്ട്പുട്ടിൽ കിട്ടിക്കൊണ്ടേയിരിക്കും. ഓക്കെ, അതാണ് ടോഗിൾ സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ദിസ് ഈസ് കോൾഡ് എ റേസ് അറൗണ്ട് കണ്ടീഷൻ ഇൻ JK ഫ്ലിപ്പ് ഫ്ലോപ്പ്. സോ കുറേ നേരത്തേക്ക് ക്ലോക്ക് ഹൈ ആയിട്ടിരിക്കുകയും അതേസമയം തന്നെ Jയും Kയും 1 ആയിട്ടിരിക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ ഔട്ട്പുട്ട് ടോഗിൾ ചെയ്യുന്നറിയാം. സോ ഔട്ട്പുട്ട് കുറേ നേരം ടോഗിൾ ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരവസ്ഥയാണ് റേസ് അറൗണ്ട് കണ്ടീഷൻ എന്ന് പറയുന്നത്. വി ക്യാൻ ഓവർകം ദിസ് പ്രോബ്ലം ബൈ മേക്കിംഗ് ക്ലോക്ക് ഇസ് ഈക്വൽ ടു 1 ഫോർ വെരി ലെസ് ഡ്യൂറേഷൻ. അപ്പോൾ ആകെ ചെയ്യാൻ പറ്റുന്ന J equal to K equal to 1 എന്ന് പറയുന്ന കണ്ടീഷൻ നമുക്ക് മാറ്റാൻ പറ്റില്ല. പക്ഷേ ക്ലോക്ക് 1 ആയിരിക്കുന്ന സമയം നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. സോ വെരി ലെസ് ടൈമിലേക്ക് ക്ലോക്ക് 1 ആക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രോബ്ലം ഓവർകം ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അടുത്തത് റേസ് അറൗണ്ട് കണ്ടീഷൻ അവോയ്ഡ് ചെയ്യാനായിട്ട് 2 മെത്തേഡ്സാണ് ജനറലി ഉള്ളത്. ഫസ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ യൂസിങ് എഡ്ജ് ട്രിഗേർഡ് JK ഫ്ലിപ്പ് ഫ്ലോപ്പ്, സെക്കൻഡ് യൂസിങ് മാസ്റ്റർ സ്ലേവ് JK ഫ്ലിപ്പ് ഫ്ലോപ്പ്. അപ്പോൾ എഡ്ജ് ട്രിഗേർഡ് JK ഫ്ലിപ്പ് ഫ്ലോപ്പ് അല്ലെങ്കിൽ മാസ്റ്റർ സ്ലേവ് JK ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണ് അതിൻ്റെ സൊല്യൂഷൻ. അപ്പോൾ ഇവിടെ മാസ്റ്റർ സ്ലേവ് ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണ് ഇവർ ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സെക്കൻഡ് കണ്ടീഷനാണ് അല്ലെങ്കിൽ സെക്കൻഡ് സൊല്യൂഷനാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. സോ മാസ്റ്റർ സ്ലേവ് JK ഫ്ലിപ്പ് ഫ്ലോപ്പിലേക്ക് കടക്കാം. Master slave JK flip flop. The master slave flip flop eliminates all the timing problems by using 2 SR flip flops connected together in a series configuration. 2 SR flip flops ഒരു സീരീസ് കോൺഫിഗറേഷനിൽ നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ റേസ് അറൗണ്ട് കണ്ടീഷൻ അവോയ്ഡ് ചെയ്യാൻ സാധിക്കും. അതിൽ ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പ്, വൺ ഓഫ് ദി ഫ്ലിപ്പ് ഫ്ലോപ്പ് ഇസ് ദ മാസ്റ്റർ സർക്യൂട്ട് വിച്ച് ട്രിഗേഴ്സ് ഓൺ ദി ലീഡിംഗ് എഡ്ജ് ഓഫ് ദി ക്ലോക്ക് പൾസ്, while the other acts as slave circuit which triggers on the falling edge of the clock pulse. ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 2 ഫ്ലിപ്പ് ഫ്ലോപ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പ് മാസ്റ്റർ സർക്യൂട്ടായിട്ട് വർക്ക് ചെയ്യുന്നു, നെക്സ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പ് സ്ലേവ് സർക്യൂട്ടായിട്ടും വർക്ക് ചെയ്യുന്നു. അപ്പോൾ മാസ്റ്റർ സർക്യൂട്ടായിട്ട് വർക്ക് ചെയ്യുന്ന ഫ്ലിപ്പ് ഫ്ലോപ്പിൽ ലീഡിംഗ് എഡ്ജ് ഓഫ് ദി ക്ലോക്ക് പൾസിലാണത് വർക്ക് ചെയ്യുന്നത്. അതേപോലെ സ്ലേവായി വർക്ക് ചെയ്യുന്ന ഫ്ലിപ്പ് ഫ്ലോപ്പ് ഫോളിംഗ് എഡ്ജ് ഓഫ് ദി ക്ലോക്ക് പൾസിലാണ്. ഒരു ക്ലോക്ക് പൾസിന് ഫോളിംഗ് എഡ്ജും ഉണ്ട്, ലീഡിംഗ് എഡ്ജും ഉണ്ട്. ലീഡിംഗ് എഡ്ജ് എന്ന് പറഞ്ഞാൽ ഇതാണ് ഒരു ക്ലോക്ക് പൾസ്, ഇതതിൻ്റെ ലീഡിംഗ് എഡ്ജാണ്, ഇതതിൻ്റെ അല്ലെങ്കിൽ റൈസിംഗ് എഡ്ജ് എന്ന് പറയുന്നതാണ്, ഇതതിൻ്റെ ഫോളിംഗ് എഡ്ജാണ്. അപ്പോൾ ഇതിൽ മാസ്റ്റർ സർക്യൂട്ട് വർക്ക് ചെയ്യുന്നത് ലീഡിംഗ് എഡ്ജ് അഥവാ റൈസിംഗ് എഡ്ജിലാണ് മാസ്റ്റർ ഫ്ലിപ്പ് ഫ്ലോപ്പ് വർക്ക് ചെയ്യുന്നത്. ഈ ക്ലോക്ക് പൾസിൻ്റെ ഫോളിംഗ് എഡ്ജിലാണ് സ്ലേവ് ഫ്ലിപ്പ് ഫ്ലോപ്പ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ വർക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇറ്റ് റിസൾട്ട്സ് ഇൻ 2 സെക്ഷൻസ്, മാസ്റ്റർ സെക്ഷൻ ആൻഡ് സ്ലേവ് സെക്ഷൻ ബീങ് എനേബിൾഡ് ഡ്യൂറിങ് ഓപ്പോസിറ്റ് ഹാഫ് സൈക്കിൾസ് ഓഫ് ദി ക്ലോക്ക് സിഗ്നൽ. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഒരു ക്ലോക്ക് സിഗ്നലിൻ്റെ തന്നെ 2 ഹാഫ് സൈക്കിൾസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇപ്പോൾ ഇതൊരു ക്ലോക്ക് പൾസ് ആണെന്നുണ്ടെങ്കിൽ ഇത് ഒരൊറ്റ ക്ലോക്ക് പൾസ് ആണ്. അപ്പോൾ ഇതിൽ അതിൻ്റെ 2 ഹാഫ് സൈക്കിൾസ് ആയിട്ട് നമുക്ക് ഇങ്ങനെ വരയ്ക്കാം. ഓക്കെ, അപ്പോൾ ഒരു ലീഡിങ് എഡ്ജ് ഇതിലാണ്, ഇതൊരു ലീഡിങ് എഡ്ജ് ആണെന്നുണ്ടെങ്കിൽ അടുത്തത് നമുക്കൊരു ക്ലോക്ക് പൾസ് കൂടി വരയ്ക്കാം. അപ്പോൾ അതിൽ ട്രെയിലിംഗ് എഡ്ജാണ്. ഓക്കെ, അപ്പോൾ ഇതൊരു ഹാഫ് സൈക്കിളും ഇത് അടുത്ത ഹാഫ് സൈക്കിളുമാണ്. അങ്ങനെ ടോട്ടലി ആണ് ഒരു ക്ലോക്ക് പൾസിൻ്റെ സൈക്കിൾ, ടോട്ടൽ സൈക്കിളിന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഒരു ഹാഫ് സൈക്കിളിൽ ഒരു സർക്യൂട്ട് വർക്ക് ചെയ്യാണ്,
നെക്സ്റ്റ് ഹാഫ് സൈക്കിളിൽ വേറൊരു ഫ്ലിപ്പ് ഫ്ലോപ്പാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ 2 ഫ്ലിപ്പ് ഫ്ലോപ്പുകൾ ഒരു പകുതി ഹാഫ് സൈക്കിളിൽ വർക്ക് ചെയ്ത് കഴിയുമ്പോൾ ഈ റേസ് അറൗണ്ട് കണ്ടീഷൻ നമുക്ക് ടോട്ടലി എലിമിനേറ്റ് ചെയ്യാൻ സാധിക്കും. ഇതാണ് ആ മാസ്റ്റർ സ്ലേവ് ഫ്ലിപ്പ് ഫ്ലോപ്പ്. ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്ന ഇത്രയേ ഉള്ളൂ. JK സർക്യൂട്ട് നമുക്ക് വരയ്ക്കാൻ അറിയാം. അപ്പോൾ അതേപോലെ തന്നെ SRന് വളരെ സിമിലർ ആണിത്. അപ്പോൾ SRൻ്റെ 2 ഫ്ലിപ്പ് ഫ്ലോപ്പുകൾ നമ്മൾ കണക്ട് ചെയ്ത് കൊടുക്കുക കോമൺ ആയിട്ട്. എന്നിട്ട് അതിൽ ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പ് സെക്ഷൻ എന്ന് പറയുന്നത് മാസ്റ്ററായിട്ടും സെക്കൻഡ് ഫ്ലിപ്പ് ഫ്ലോപ്പിന് നമ്മൾ സ്ലേവായിട്ടും വരയ്ക്കും. ഇവിടെ കണക്ഷൻ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇത്രയും പോർഷൻ നമ്മൾ നേരത്തെ JKയിൽ ചെയ്ത പോലെ തന്നെയാണ്. കോമൺ ക്ലോക്ക് കൊടുത്തു, മിഡിൽ J കൊടുത്തു. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഈ ഒരു ബാക്ക് ടു ബാക്ക് കണക്ട് ചെയ്യുന്ന കണക്ഷൻ മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇവിടെ നിന്നും കണക്ഷൻ, ഇവിടെ നിന്നും താഴത്തെ കണക്ഷനും എടുത്ത് കൊടുക്കേണ്ടത് രണ്ടാമത്തെ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ക്യൂവിലേക്കും ക്യൂ ബാറിലേക്കുമാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ J എടുത്ത് കൊടുക്കുന്നത് ഇവിടെ ക്യൂ ബാറിലേക്കും ക്യൂവിലേക്കുമാണ് കണക്ട് ചെയ്യുന്നത്. ഇവിടെ സീരിയൽ ആയിട്ടുള്ള കണക്ഷൻ, സീരീസ് കണക്ഷൻ ആയതുകൊണ്ട് തന്നെ നെക്സ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ 4 ഗേറ്റ്സ് വരച്ചിട്ട് ഈ ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഗേറ്റ് ഔട്ട്പുട്ട് എടുത്ത് നേരിട്ട് കണക്ട് ചെയ്യാം. ഇവിടെയും ഇതെടുത്ത് കണക്ട് ചെയ്യാം. ഈ ക്ലോക്ക് രണ്ടിനും കോമൺ ആയിട്ട് ഇവിടെയും നമ്മൾ ക്ലോക്ക് കൊടുത്ത പോലെ തന്നെ കൊടുക്കുകയാണ്. ബട്ട് ഒരു ഡിഫറൻസ് ഉണ്ട്. ഇവിടെ നമുക്ക് എന്താ വേണ്ടത്? ഒന്ന് റൈസിങ് എഡ്ജിലും ഒന്ന് ഫോളിങ് എഡ്ജിലുമാണ് വർക്ക് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ റൈസിങ് എഡ്ജിൽ മാസ്റ്റർ സ്ലേവ് ഫ്ലിപ്പ് ഫ്ലോപ്പിൽ മാസ്റ്റർ പാർട്ടാണ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ക്ലോക്ക് നേരെ കൊടുക്കേണ്ടത് മാസ്റ്ററിലേക്കും സ്ലേവിലേക്ക് കൊടുക്കുമ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് കൊടുക്കേണ്ടതുമാണ്. നോട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ഇവിടെ എന്ത് സംഭവിക്കുക? ക്ലോക്ക് ഒന്നല്ലേ നമുക്കുള്ളൂ. അപ്പോൾ ആ ക്ലോക്ക് റൈസ് ചെയ്യുന്ന ടൈമിൽ നേരിട്ട് മാസ്റ്ററിലേക്ക് പൊക്കോളും. അതേസമയം അത് സ്ലേവിലേക്ക് കൊടുക്കുന്നത് അതിൻ്റെ ഫോളിങ് എഡ്ജ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ അത് ഇൻവേർട്ട് ചെയ്തിരിക്കുകയാണ് നമ്മൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ക്ലോക്ക് ഫോളിങ്ങിലായിരിക്കും. ഈ ഒരൊറ്റ വ്യത്യാസമേ അതിലുള്ളൂ. സീരീസ് കണക്ഷൻ കൊടുത്ത് ബാക്കിയെല്ലാം കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ, ഇങ്ങനെയാണ് ഒരു മാസ്റ്റർ സ്ലേവ് ഫ്ലിപ്പ് ഫ്ലോപ്പ് നമ്മൾ വർക്ക് ചെയ്യിപ്പിച്ച് റേസ് അറൗണ്ട് കണ്ടീഷൻ അവോയ്ഡ് ചെയ്യുന്നത്. അപ്പോൾ മാസ്റ്റർ വർക്ക് ചെയ്യുന്ന ടൈമിൽ എപ്പോഴും സ്ലേവ് എങ്ങനെയായിരിക്കും വർക്ക് ചെയ്യുന്നത്? ഒരു ലാഗോട് കൂടിയായിരിക്കും. അതായത് ഒരേ സമയം JK 1 വരുന്ന കണ്ടീഷനിൽ ക്ലോക്ക് ഇതിന് കിട്ടുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. അപ്പോൾ ഇത് ക്ലോക്ക് 1 വരുന്ന സമയത്ത് എന്ത് സംഭവിക്കുക? ഇവിടെ ക്ലോക്ക് 1 വരുന്ന സമയത്ത് ഇതൊരു റൈസിങ് എഡ്ജിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഔട്ട്പുട്ട് കിട്ടും. പക്ഷേ ഇവിടെ എങ്ങനെയായിരിക്കും? അത് നെഗേറ്റ് ചെയ്തിട്ടുള്ള ക്ലോക്കാണ് കൊടുക്കുന്നത് അല്ലേ? അപ്പോൾ ഇതെങ്ങനെ വർക്ക് ചെയ്യും? സ്ലേവ് മോഡിൽ വർക്ക് ചെയ്യും. അതായത് ഇവിടെ എന്ത് കിട്ടുന്നോ അതിന് ശേഷമേ സ്ലേവ് വർക്ക് ചെയ്യുള്ളൂ. മാസ്റ്റർ സ്ലേവ് എന്നുള്ള സെയിം ഐഡിയ തന്നെയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. സോ ഇവിടെ മാസ്റ്ററിന് എന്താണോ ഔട്ട്പുട്ട് കിട്ടുന്നത് അതിന് ശേഷമേ ഇവിടെ ക്ലോക്ക് വന്നാലും സ്ലേവ് വർക്ക് ചെയ്യുള്ളൂ. ഓക്കെ, അപ്പോൾ ആ റേസ് അറൗണ്ട് കണ്ടീഷൻ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. സോ താങ്ക്സ് ഫോർ വാച്ചിങ് വൺസ് കോച്ചിങ്. നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം.